എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നോ? നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം, അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഹാപ്പി ആയിട്ടിരിക്കുന്നോ എല്ലാവരും? അൽഹംദുലില്ലാ ഹാപ്പിയാണ്. അൽഹംദുലില്ലാ. ഹാപ്പിയാണ്. നമ്മുടെ ടോപ്പിക് എന്തായിരുന്നു ഇന്നത്തെ? നിങ്ങൾ വോയിസ് കേട്ടിട്ടുണ്ടായിരുന്നു. അമിത ചിന്ത പലപ്പോഴും നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകും. അതല്ലെങ്കിൽ ചിലപ്പോൾ മറ്റു പല കാര്യങ്ങളിലേക്ക് കൊണ്ടുപോവാറുണ്ട് എന്നൊരു വോയിസ് കേട്ടിട്ടുണ്ടായിരുന്നു. കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. നമ്മുടെ ഗ്രൂപ്പിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഒരു റൈറ്റർ കേട്ടു. ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ? എന്തായാലും അമിത ചിന്ത എന്നുള്ളതാണ് ടോപ്പിക് എന്ന് അറിയാം. അമിത ചിന്തയുടെ കാരണങ്ങൾ അറിയാന്നൊക്കെ പറഞ്ഞിട്ട് ചിന്തിക്കുന്നവര്, നമ്മളെല്ലാ മനുഷ്യന്മാര് ചിന്തിക്കാത്തവരില്ല. ചിന്തിക്കാതിരിക്കാൻ പറ്റുകയില്ല അല്ലേ? പക്ഷെ അതെപ്പോഴാ പ്രശ്നമായി മാറുന്നത്? എപ്പോഴാ? അമിതമായി ചിന്തിക്കുമ്പോൾ അമിതമായി ചിന്തിക്കുമ്പോഴാണല്ലേ സഹോദരൻ പ്രശ്നമായിട്ട് മാറുന്നത്. അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക്? ഇങ്ങനെ ചിന്തിക്കണ്ടായിരുന്നു, അങ്ങനെ ചിന്തിക്കണ്ടായിരുന്നു, ഈ ചിന്ത ശരിയല്ല എന്നൊക്കെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അതെ ഇത് തോന്നിയിട്ടുള്ളൂ. ഉറപ്പായിട്ടുണ്ട്. തോന്നാറുണ്ട്. തോന്നിയിട്ടുണ്ട് അല്ലേ? തോന്നാറുണ്ട് അല്ലേ? ഇപ്പൊ സത്യം പറഞ്ഞാല് നമ്മൾ അറിയണം. പലപ്പോഴും അറിവില്ലായ്മയാണ് നമുക്ക് പല മുറിവുകളും കൊണ്ടുതരുന്നത്. ഇപ്പൊ അമിത ചിന്ത ചിന്ത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയണ്ടാവും. ഇപ്പൊ അമിത ചിന്ത എന്താന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ അതിനുള്ള യഥാർത്ഥ എന്തുകൊണ്ടാണ് ഈ തോട്ട്, നമ്മൾ പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചിന്തകളാണ് എല്ലാത്തിനും കാരണം. ചിന്തകളെ നമ്മൾ നിയന്ത്രിക്കണം. ചിന്തകളെ നമ്മൾ പോസിറ്റീവ് ആക്കണം. ചിന്തകളെ നമ്മൾ സെലക്ട് ചെയ്യണം എന്നൊക്കെ. പക്ഷെ ഇതൊക്കെ നമുക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല. ഇന്ന് ഞാനിത് ഇട്ടപ്പോ ഒരാൾ പറഞ്ഞിട്ട്, ഞാൻ ഈ ഒരു സ്റ്റാറ്റസ് ഇട്ട സമയത്ത് ഇത് ഷെയർ ചെയ്ത സമയത്ത് ഒരാൾ പറഞ്ഞാണ്, അമിത ചിന്ത ഉണ്ട് എന്നൊക്കെ എനിക്കറിയാം, എനിക്ക് അതിനുള്ള പരിഹാരവും അറിയാം, പക്ഷെ നടക്കുന്നില്ല. അപ്പോ ചിന്ത ഉണ്ട് എന്ന് അറിയാം. എന്തുകൊണ്ട് നമുക്ക് ഈ അമിത ചിന്ത വരുന്നു എന്നുള്ള, അല്ലെങ്കിൽ ചിന്തയുടെ സോഴ്സ് എന്താന്ന് പലപ്പോഴും പലർക്കും അറിയില്ല. ചിന്തകൾ അല്ലെങ്കിൽ ചിന്തയിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത് അല്ലെ? നെപ്പോളിയൻ ഹിൽസിന്റെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറയുന്ന ആ ഒരു ബുക്കിൽ പറയുന്നുണ്ട്. തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിൽ ചിന്തിച്ച് സമ്പന്നരാകുന്ന പറയുന്നത്. അപ്പൊ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ഉണ്ട് എന്നാ പറഞ്ഞത്. അപ്പൊ ചിന്ത ഒരു നല്ലൊരു വൺ ഓഫ് ദ ഫൈനസ്റ്റ് ടൂളാണ് ചിന്ത എന്ന് പറയുന്നത്. ഏറ്റവും നല്ലൊരു ടൂളാണ് നമുക്ക് മാനിഫെസ്റ്റേഷൻ നടക്കാനും, അതേപോലെ തന്നെ നമ്മൾക്ക് അല്ലെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിൽ പറയുന്ന പോലെ റിച്ച് ആവാനും, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാനും പ്ലാൻ ചെയ്യാനും ഒക്കെ ഏറ്റവും നല്ലൊരു ടൂളാണ് ചിന്ത. പക്ഷെ പലരും ഇന്ന് അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്താണ്? ഈ ഒരു ചിന്ത കൊണ്ടുണ്ടാവുന്ന ചില പ്രശ്നങ്ങളാണ്. അപ്പൊ നമ്മൾ ചിന്തകൾക്കുള്ള യഥാർത്ഥ ഈ അമിത ചിന്തയ്ക്കുള്ള, വെറും ചിന്തകളല്ല, അമിത ചിന്തയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ആ അമിത ചിന്തയ്ക്കുള്ള കാരണം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഈ ചിന്തിക്കുന്നോണ്ട്, ഇപ്പൊ ചിന്തിക്കുന്നോണ്ട് ഇപ്പൊ എന്താ പ്രശ്നം? ആ ചിന്തിച്ച് എന്ന് അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പക്ഷേ നമ്മുടെ മനസ്സിനെ ബാധിക്കുന്നുണ്ടോ, നമ്മുടെ ബോഡിയെ, ശരീരത്തെ ബാധിക്കുന്നുണ്ടോ, അല്ല അതിനെ സ്വാധീനിക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ്? ഇനി ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമുക്കൊന്ന് പുറത്ത് കിടക്കണ്ടേ? ചിന്തയിൽ നിന്ന് പുറത്ത് കിടക്കട്ടെ, പ്രസന്റ് മൊമെന്റിലേക്ക് വരണ്ടേ? അപ്പൊ അത് എങ്ങനെ നടക്കും? അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യത്തിന്റെ എന്താ പറയാ, നിങ്ങളോട് ചോദിക്കട്ടെ. നിങ്ങൾ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ, 24 മണിക്കൂർ പോട്ടെ, ഇന്ന് രാവിലെ എഴുന്നേറ്റത് മുതല് ഒരേ കാര്യം തന്നെ അല്ലേ? ഏതെങ്കിലും ഒരേ കാര്യം തന്നെ പല തവണ ചിന്തിച്ചിട്ടുണ്ടോ? ഇനി അതല്ലെങ്കിൽ എത്ര തവണ നിങ്ങൾ ഒരേ കാര്യം വീണ്ടും 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 ഇങ്ങനെ ചിന്തിച്ച് നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ അത് എത്ര തവണ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും? ജസ്റ്റ് ഒന്ന് പറയാ, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുക ചെയ്യാവോ? ഒരേ കാര്യം തന്നെ നിങ്ങൾ, നല്ലതും ആയിക്കോട്ടെ നെഗറ്റീവും ആയിക്കോട്ടെ, എന്താണെങ്കിലും ഒരേ കാര്യം തന്നെ എത്ര തവണ ചിന്തിച്ചിട്ടുണ്ട് എന്നുള്ളത് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അഞ്ചാറാഴ്ചത്തെ ഒരു അതിന് ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് അല്ലെ? അതിങ്ങനെ അതിന് കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ട് 15 എന്ന് പറയുന്നുണ്ട് കരിഷ്മ. വേറെ ആരെങ്കിലും ഉണ്ടോ? അല്ല, സങ്കടമില്ല കാര്യമാണെങ്കിൽ കണക്റ്റഡ് പിന്നെ ആണ് അത് ചിന്ത. പോവുകയില്ല. ചിന്ത അതെങ്ങനെ വന്നോണ്ടേയിരിക്കും. കണക്ട് മോർ ദാൻ 10 എന്ന് പറയുന്നുണ്ട്. പിന്നെ കണക്ട് കണക്റ്റഡ് ചെയ്ത് ആണ്. ആ ആ ആ അതെ അതെ, കണക്ട് ചെയ്തിട്ടാണ്. കണക്ഷൻ എങ്ങനെയാ പോകുന്നത്? ഒരു ചിന്തയിൽ നിന്ന് അടുത്ത ചിന്തയിലേക്ക് പോകുമ്പോ ഒരു ചിന്ത വന്നിട്ട് അതിനേക്കാൾ മോശപ്പെട്ട ചിന്തയിലേക്കാണോ പിന്നീട് പോകുന്നത്, അല്ലെങ്കിൽ ഒരു ചിന്തയിൽ നിന്ന് സൊല്യൂഷനിലേക്ക് പോകുന്ന ചിന്തയിലേക്കാണോ പിന്നെ പോകുന്നത്? ഇവിടെ എന്റെ ഉം. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ
കണക്റ്റഡ് ആണെങ്കിലും അല്ലെങ്കിലും ഇനി അതല്ലെങ്കിലും എത്ര തവണ ചിന്തിച്ചാലും ചിന്തിച്ചിട്ടില്ലെങ്കിലും ഈ ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നുണ്ടോ ആ ചിന്തയിൽ നിന്ന്? ഇല്ല ഇല്ല ഇല്ല. ആ ചിന്ത ചിന്തയിൽ സ്റ്റെക്ക് അല്ല, അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. വെരി ഗുഡ്. ഫസീല പറയുന്നുണ്ട് ഇല്ല എന്ന് പറയുന്നുണ്ട്. ആ ചിന്തിച്ചിട്ട് പ്രശ്നം ചിലർക്കൊക്കെ എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല കേട്ടോ. ചിലർക്ക് പ്രശ്നം പരിഹരിക്കാൻ പറ്റും. ആ കണക്ഷൻ തോട്ട് ചിന്തയിൽ സ്റ്റക്ക് ആയില്ല എന്ന് പറയുന്നുണ്ട്. സ്റ്റക്ക് ആവാതെ അതിനെ ഡൈവേർട്ട് ചെയ്തിട്ട് പോസിറ്റീവിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നവരുണ്ടാവും. ചിന്തയിൽ കുടുങ്ങിക്കിടന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നവരുണ്ടാവും. അല്ലെങ്കിൽ അതിനെ പോസിറ്റീവ് ആക്കി എടുക്കുന്നവരുണ്ടാകും. അങ്ങനെ പല രീതിയിൽ ആളുകൾ ഉണ്ടാവും അല്ലേ? അതിപ്പോ അപ്പൊ EFT-യില് ചേർന്നതുകൊണ്ട് പോസിറ്റീവായി എടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് ചില സമയത്തൊക്കെ, അല്ലെങ്കിൽ EFT-യില് ആ, ചേർന്നതുകൊണ്ട് കേട്ടോ. അവിടെ ചില സമയത്തൊക്കെ എന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പൊ എന്തായാലും ഇവിടെ ഒരു പക്ഷേ പലർക്കും എന്താണ് ചിന്തിച്ചിട്ട് ചിലർക്കത് ചിലപ്പോൾ കൂടുതൽ വിഷമമായിരിക്കും, പ്രശ്നമായിരിക്കും, സ്റ്റക്നെസ് ആയിരിക്കും. ചിലർക്ക് അത് കണക്ട് ചെയ്ത് നിങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ സെൽഫ് ട്രാൻസ്ഫോർമേഷൻ പോലെയുള്ള പല കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോൾ നമുക്ക് ഡൈവേർട്ട് ചെയ്ത് പോകാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിന്തിക്കുക എന്നുള്ള ഒരു കഴിവാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് ടൂളാണ്, ബെസ്റ്റ് ക്വാളിറ്റിയാണ് ചിന്തിക്കുക എന്നുള്ളത്. ചിന്തിക്കുന്നവർക്കാണ് ദൃഷ്ടാന്തം ഉള്ളത് അല്ലേ? പക്ഷെ അമിത ചിന്തയാകുമ്പോഴാണ് അമിതമായാൽ അമൃതം വിഷം എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ചിന്തയും അമിതമായി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം തന്നെയാണ്. അപ്പോ ഈ ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞാല് ഒരു പ്രശ്നം പരിഹരിക്കാന് അതിന് ആവശ്യത്തിന് ചിന്തിക്കുന്നതിന് പകരം അതിനെ നമ്മുടെ ബ്രെയിനിൽ ഇട്ടിട്ട് നമ്മൾ അതിനെങ്ങനെ ഒരു ഇവന്റ് ഉണ്ടായി കഴിഞ്ഞാൽ, ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അതിനെ റീപ്ലേ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു തവണ പ്ലേ ചെയ്തു, വീണ്ടും പ്ലേ ചെയ്തു, അത് സംഭവിച്ചത് ഒരു തവണയായിരിക്കും. നമ്മൾ അതിനെങ്ങനെ റീപ്ലേ ചെയ്ത് 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 ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മളെ വക അത് അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും എന്നുള്ള പ്രഡിക്ഷൻസ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ അങ്ങനെ കൊണ്ടുപോകുവാണ്. സത്യല്ലേ? ഇവിടെ അതെ. സത്യമാണ്. അപ്പൊ ഈ ചിന്തകൾ തന്നെ രണ്ട് തരത്തിൽ നമുക്ക് പറയാം. ഒന്ന്, ഒരു ഓവർ തിങ്കിങ് ആട്ടോ പറയുന്നത്. ഓവർ തിങ്കിങ് ചിലത് റൂമിനേഷൻ എന്ന് പറയും. റൂമിനേഷൻ എന്ന് പറഞ്ഞാല് ഈ ഭൂതകാലത്തില് കുടുങ്ങിപ്പോയതാണ്. ഭൂതകാലത്തിൽ കുടുങ്ങിപ്പോവുക. നമ്മൾ പ്രസന്റ് ലൈഫിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടാവും. നമ്മുടെ മുമ്പിൽ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ കിടക്കുന്നുണ്ടാവും. നമ്മൾ ചെയ്യേണ്ട ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാവും. പക്ഷെ നമ്മൾ എവിടെയാ? നമ്മൾ ഭൂതകാലത്ത് കുടുങ്ങിക്കിടക്കുക. എന്നിട്ട് നമ്മൾ അങ്ങ് വിചാരിക്കുകയാണ് ഞാൻ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല. ആ സമയത്ത് കഴിഞ്ഞു പോയ ഒരു കാര്യമാണ്. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടാകും, അല്ല നമ്മൾ എന്തെങ്കിലും റെസ്പോൺസ് കൊടുത്തിട്ടുണ്ടാകും, ആരോടെങ്കിലും എങ്ങനെയെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാകും. അതെന്നിട്ട് നമ്മൾ പറഞ്ഞൊക്കെയാണ് നമ്മൾ ഇങ്ങനെ വിചാരിക്കും അങ്ങനെ പറയേണ്ടിയിരുന്നില്ല. അത് ഒരു തവണയൊന്നല്ല, അങ്ങനെ പറയേണ്ടിയിരുന്നില്ലെങ്കിൽ ശരിയായിട്ടില്ല, അങ്ങനെ പറയേണ്ടിയിരുന്നില്ല, ഈ നെക്സ്റ്റ് ടൈം അങ്ങനെ ഒരു ഇവന്റ് ഉണ്ടാകുമ്പോൾ ഞാൻ എങ്ങനെ പറയണം എന്നുള്ള രീതിക്ക് ചിന്തിക്കേണ്ടതിന് പകരം അങ്ങനെ പറയേണ്ടിയിരുന്നില്ല അല്ലേ? അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല. ഓ അത് അത് റിപ്പീറ്റ് ആയിട്ട് വരും. യെസ്, അത് അവരെന്നെ കുറിച്ച് എന്താ വിചാരിക്കുക, അവരെന്ത് വിചാരിക്കും? ഇത് ഒരു തരം ചിന്ത. ഇങ്ങനെ നിങ്ങൾ പറഞ്ഞ പോലെ കണക്റ്റഡ് ആയിട്ട് അവരത് അറിഞ്ഞിട്ടുണ്ടാവോ? അവരറിഞ്ഞാൽ തന്നെ അവര് മറ്റവരോട് പറയോ? മറ്റവരോട് പറഞ്ഞാൽ അവരതിനെ എങ്ങനെ എടുക്കും? ഞാൻ മോശം. ഈ ചിന്ത ഉണ്ടാകുമ്പോഴൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ലോ എനർജിയിലേക്ക്, നമ്മുടെ എനർജി ഇങ്ങനെ ലോ 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 ആയിട്ട് ഇങ്ങനെ പോവാണ് അല്ലേ? അവരെന്ത് വിചാരിക്കും? അങ്ങനെ അതേസമയം മറ്റൊരു ചിന്തയാണ്, ഒന്നുകിൽ റൂമിനേഷൻ ആണ്, പാസ്റ്റിലാണ്, അതല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഭാവിയിൽ കുടുങ്ങലുണ്ട് ചിലര്. ഭാവിയെക്കുറിച്ച് നമുക്ക് ഗോൾസും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഡ്രീംസും ഒക്കെ വേണം. പക്ഷെ ഭാവിയിൽ കുടുങ്ങി പോവാന്ന് പറഞ്ഞാല് നാളെ എന്താകും, നാളെ ആങ്സൈറ്റിയാണ്. നാളെ എന്താകും അല്ലേ? അപ്പോ ഈ ജോലി കിട്ടിയില്ലെങ്കിലോ അത് പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്ന അധികം എന്തായിരിക്കും? നെഗറ്റീവും ആയിരിക്കും. അങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിലോ, അവര് തന്നിട്ടില്ലെങ്കിലോ, അവരവിടെ പോയിട്ടില്ലെങ്കിലോ, ഞാൻ പോയിട്ട് അവരെ കണ്ടിട്ടില്ലെങ്കിലോ. ഇല്ലെങ്കിൽ നമുക്ക് സൊല്യൂഷൻ വേണം. നമുക്കൊരു പ്ലാൻ വെച്ച് നമുക്ക് പോകുമ്പോൾ അത് ഫെയിലായ പ്ലാൻ ബി നമുക്ക് വേണം. പക്ഷെ നിരന്തരം ഇത് തന്നെയാകുന്ന സമയത്ത് അല്ലെ, മക്കളുടെ ഭാവി എന്താകും, മക്കൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവിടെ എത്തിയിട്ടുണ്ടാവോ അല്ലേ? ഇത്തരത്തില് ചിന്ത വരുമ്പോഴാണ് ഇതിനെയാണ് നമ്മൾ എന്താ പറയാ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. ഓവറായിട്ട് ചിന്തിച്ച് പലർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. നമ്മുടെ ചിന്തകൾ പോകുന്ന കാട് കയറി ചിന്തിക്കുക, കാട് കയറി പോവാന്നൊക്കെ പറയും. സത്യം പറഞ്ഞാല് ഒരു കാറ്, ഒരു വണ്ടി, അതിന്റെ എൻജിൻ ഓഫ് ചെയ്യാണ്ട്
സ്റ്റാർട്ടിങ്ങിൽ എഞ്ചിൻ ഒന്നും ഓഫ് ചെയ്യാണ്ട് ഒരേ സ്ഥലത്ത് ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുക, മൂവ് ചെയ്യുന്നില്ല, അത് ഓടുന്നില്ല, ഓടിക്കുന്നില്ല. പക്ഷെ അതിന് എഞ്ചിൻ സ്റ്റാർട്ടിങ്ങിലാണ്, ഓഫ് ചെയ്താൽ ഇങ്ങനെ നിർത്തിയിട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? എന്താ വണ്ടി സംഭവിക്കുക? കേടാവും. ഉം? ബാറ്ററി ഡൗൺ ആവും. ബാറ്ററി ഡൗൺ ആവും, പിന്നെ അതിന്റെ ഫ്യൂവല് തീരും അല്ലെ? ആ എഞ്ചിൻ എന്ത് എനർജി, എന്ത് ഫ്യൂവൽ യൂസ് ചെയ്തിട്ടാണോ അതിന്റെ എഞ്ചിൻ പ്രവർത്തിക്കുന്നത്, അതെന്താവും? എന്താ കേടാവും. ചെയ്യാ? ആ ഫ്യൂവല് ചാർജ് തീരും, എനർജി തീരും. ഒന്ന്. രണ്ട്, ആ വഴി ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ അതൊരു തടസ്സമാവും. ഇനി ആരും വരാത്ത വഴിയിലാണെങ്കിൽ പോലും അതിന്റെ എനർജി ലോ ആയിട്ട് ചിലപ്പോ അത്യാവശ്യത്തിന്, അല്ലേ, അത്യാവശ്യത്തിന് നമ്മൾ വണ്ടി വെറുതെ രാവിലെ തന്നെ പോർച്ചിൽ സ്റ്റാർട്ടിങ്ങിൽ ഇട്ടിരിക്കുകയാണ്, എടുത്തിട്ടൊന്നുമില്ല. ആ വെറുതെ സ്റ്റാർട്ടിങ്ങിൽ ഇട്ടിട്ടിട്ട് അനാവശ്യമായിട്ട് ഇങ്ങനെ ഇട്ട് കുറെ സമയം കഴിഞ്ഞ് നമുക്കൊരു അത്യാവശ്യത്തിന് പുറത്തു പോകണം. അപ്പോ അതിൽ ഫ്യൂവൽ ഉണ്ടാവുമോ? ഇല്ല. ഇതാണ് ഹാപ്പനിങ് ഇൻ അവർ ലൈഫ് ഓൾസോ. നമ്മൾ വെറുതെ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു വണ്ടി പോലെ, വെറുതെ എഞ്ചിൻ സ്റ്റാർട്ട് ആകുന്ന പോലെ നമ്മുടെ ബ്രെയിനിൽ ഇങ്ങനെ നമ്മൾ വിചാരിക്കുന്നത്, നമ്മളെ എനർജി ലോ ആവുന്നത്, നമ്മുടെ ഫിസിക്കൽ എനർജി ഉണ്ട്, നമുക്ക് മെന്റൽ എനർജി ഉണ്ട്, നമുക്ക് ഇമോഷണൽ എനർജി ഉണ്ട്, നമുക്ക് സ്പിരിച്വൽ എനർജി ഉണ്ട്. ഇങ്ങനെ 4 തരത്തിൽ നമുക്ക് എനർജി ഉണ്ട്. ഇല്ല, ഫുഡ് കഴിച്ചാൽ നമുക്ക് ഫിസിക്കലി ശരീരത്തിന് ഒരു എനർജി കാര്യങ്ങളൊക്കെ കിട്ടുമെങ്കിലും നമ്മുടെ മെന്റൽ എനർജി അവിടെ വീക്ക് ആണെങ്കിലും ഈ ഫിസിക്കൽ എനർജി അവിടെ ലോ ആകും, അല്ലേ? നമ്മുടെ ഇമോഷണൽ എനർജി ഓക്കെ അല്ലെങ്കിൽ നമ്മുടെ സ്പിരിറ്റ്, ഇങ്ങനെ 4 തരത്തിൽ നമുക്ക് എനർജി ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഈ റൂമിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയാ, ആ ഒരു ഓവർ തിങ്കിങ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരു കാര്യം തന്നെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ എനർജി ഇങ്ങനെ, ബാറ്ററി ഇങ്ങനെ ലോ ആയി ലോ ആയി ലോ ആയി, പെട്ടെന്നാണ് നമുക്കൊരു ഏർജൻസി വരുന്നത്, ഒരു അത്യാവശ്യ കാര്യം വരുന്നത്. അവിടെ എനിക്ക് വയ്യ, എന്നെ കൊണ്ട് പറ്റുന്നില്ല, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയില്ല എന്ന അവസ്ഥയിൽ നമ്മൾ എത്തിപ്പോവാറുണ്ട്, ശരിയല്ലേ? ഇവിടെ നമ്മുടെ എനർജി ഡ്രെയിൻ ആക്കിയത് ആരാ? നമ്മൾ തന്നെ. നമ്മൾ നമ്മളെ തന്നെ. തന്നെ. ആ ഒരു ചിന്ത കൊണ്ട് സംഭവം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. എന്നാലും അല്ലേ, പ്രശ്നം ചിലപ്പോ അന്നുണ്ടായ പ്രശ്നമൊന്നും ആയിരിക്കൂല. ഇന്നിപ്പോ ഞാൻ ചിന്തിക്കുന്നത്, ഇന്ന് ഞാൻ എൻ്റെ മൈൻഡിലിട്ട് ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നുണ്ടായ പ്രശ്നമൊന്നും ആയിരിക്കില്ല. എപ്പോഴൊക്കെയോ നമുക്ക് ലഭിക്കാണ്ട് പോയ, എപ്പോഴൊക്കെയോ നമുക്ക് കിട്ടാണ്ട് പോയ ചില, അല്ലെ, അതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ചെറിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അന്നും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അന്നും ഓരങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അന്ന് എന്നോട് അങ്ങനെ പറഞ്ഞത് ഇതുകൊണ്ടായിരുന്നു, അല്ലെ, അന്ന് എന്നെ കൂട്ടാണ്ട് പോയത് ഇങ്ങനെ ഇതുകൊണ്ടായിരുന്നു. അപ്പൊ നമ്മൾ കണക്ട് ചെയ്താണ്, ഡോട്ട്സ് കണക്ട് ചെയ്തിട്ട് വലിയൊരു പിക്ചർ നമ്മൾ ഉണ്ടാക്കുകയാണ്, അല്ലേ? ആ കണക്ഷനിൽ നമ്മൾ ചിന്തിക്കും, മറ്റുള്ളവരെ നമ്മളെ പറ്റി എന്ത് ചിന്തിക്കും എന്നുള്ളൊരു ചിന്തയും കൂടിയും തീർച്ചയായിട്ടും കടന്നു വരും. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നുള്ളൊരു ചിന്തം കൂടെ വരുന്നുണ്ട്, വാട്ട് അതേഴ്സ് തിങ്ക് എന്നുള്ളത്. അതിനുള്ള കാര്യത്തിലേക്ക് ഞാൻ വരുന്നുണ്ട്. അതും നമ്മൾ വിചാരിക്കുന്നുണ്ട്, അല്ലേ? വലിയൊരു പ്രത്യേകിച്ചും നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇമേജസ് ആൻഡ് ഇമോഷൻസ് ആണ്, അല്ലേ? ഒന്ന് ചിത്രാണ്, ഇമേജസ് ആണ്, അതേപോലെ തന്നെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് ടൂൾസ് പഠിച്ചിട്ടുണ്ടാവും, വിഷ്വലൈസേഷൻ എന്നൊക്കെയുള്ള ടൂൾസ് നിങ്ങൾ പഠിച്ചിട്ട് പല കാര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടി ഗോളൊക്കെ സെറ്റ് ചെയ്തിട്ട് ആ ഗോളിന് വേണ്ടി വിഷ്വലൈസേഷൻ ചെയ്യുന്ന ആളുകൾ രാവിലെ എണീറ്റ് നമ്മൾ ചിലപ്പോൾ മാജിക് പ്രാക്ടീസ് എന്നൊക്കെ പണ്ട് ഒരു 1 hour പ്രാക്ടീസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു മെഡിറ്റേഷൻ സമയത്തൊക്കെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ബാക്കിയുള്ള എല്ലാ സമയത്തും ഇങ്ങനെ ഓവർ തിങ്കിങ് ഉള്ള ആള് വിഷ്വലൈസ് ചെയ്യുന്ന എന്താ? അവര് നോയിങ്ലി ഓർ അൺനോയിങ്ലി ദേ ആർ വിഷ്വലൈസിങ്, ദേ ആർ ക്രിയേറ്റിംഗ് മെന്റൽ പിക്ചേഴ്സ്, അല്ലേ? മെന്റൽ പിക്ചേഴ്സ് ഇമാജിനേറ്റ് ചെയ്തിട്ട് ആ മെന്റൽ പിക്ചേഴ്സ് അവർ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്, അല്ലേ? സോ വാട്ട് ഹാപ്പൻസ്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് നമ്മൾ മെസ്സേജ് കൊടുത്തു, ദിസ് ഇസ് വാട്ട് ഐ നീഡ്, ദിസ് ഇസ് വാട്ട് ഐ നീഡ്, എനിക്കിതാണ് വേണ്ടത്, എനിക്കിതാണ് വേണ്ടത്, അല്ലേ? ഇന്റൻസ് ഇമോഷൻ നമ്മൾ കൊടുക്കുകയാണ്. അവിടെ നമുക്ക് ചിലപ്പോൾ ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാകും, ചിലപ്പോൾ സാഡ്നെസ് ഉണ്ടാകും, ചിലപ്പോൾ ഫിയർ ഉണ്ടാകും, ആങ്സൈറ്റി ഉണ്ടാകും. അത് കൊടുക്കുന്ന സമയത്ത് അതും നമ്മളൊരു മെസ്സേജ് ആയിട്ട്, അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ഇമോഷൻസ് ആണോ, അല്ലെ, അതൊക്കെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ഒരു മെസ്സേജ് ആണ്. സബ് കോൺഷ്യസ് മൈൻഡിന് മെസ്സേജ് ആണെന്ന് മാത്രമല്ല, അത് നമ്മൾ യൂണിവേഴ്സിലേക്ക് കൊടുക്കുന്ന ഒരു എനർജി കൂടിയാണ്, ഒരു ഫ്രീക്വൻസി കൂടിയാണ്, അല്ലെ? തിരിച്ച് നമ്മളത് അട്രാക്ട് ചെയ്തെടുക്കുന്ന. അപ്പൊ നമ്മൾ പ്രത്യേകം ചിന്തിക്കേണ്ട,
ഓവർ തിങ്കിങ്ങിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അതേസമയം നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എത്രയോ സംഭവിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ വീണ്ടും വീണ്ടും ചിന്തിച്ചോളൂ. എന്തുകൊണ്ടാണ് ചിന്തിക്കാൻ പറ്റുന്നില്ല? അല്ലേ? അപ്പൊ അങ്ങനെ ലഭിക്കാതെ പോയ ആ സ്നേഹത്തെക്കുറിച്ച്, ചിലപ്പോൾ അംഗീകാരത്തെക്കുറിച്ച്, അത് നമുക്ക് പിന്നീട് ചിന്തകളായിട്ട് മാറുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എപ്പോഴൊക്കെയോ വിമർശനം ഏറ്റുവാങ്ങി ഒരു കാര്യം ചെയ്ത് നമ്മൾ അതിലെന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് ഒക്കെ ചെയ്ത്, ഇനി അല്ലെങ്കിൽ കുട്ടികളുടെ കേസിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമൊക്കെ വളരെ ആവേശത്തിൽ ചെയ്ത് കൊണ്ടു കൊടുക്കുന്ന സമയത്തായിരിക്കും, അല്ലെ, കുട്ടികളൊക്കെ മണ്ണിലൊക്കെ കളിച്ച് മണ്ണിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകുന്ന സമയത്ത് ആ കുട്ടികളുടെ മേലെ ചെളിയായതായിരിക്കും ചിലപ്പോൾ പാരന്റ്സ് കാണുന്നത്. നമ്മളാണെങ്കിലും ചിലപ്പോൾ വീട്ടിൽ എന്തെങ്കിലും നല്ലൊരു ഫുഡൊക്കെ ഉണ്ടാക്കി നല്ല രീതിയിൽ കുക്കൊക്കെ ചെയ്ത് ഒരുപാട് സമയം കുക്കൊക്കെ ചെയ്ത് ചിലപ്പോൾ അതിലെന്തെങ്കിലും ഒരു പോരായ്മയായിരിക്കും കാണുന്നത്, അല്ലേ? ആ പോരായ്മയ്ക്ക് ചിലപ്പോൾ ഒരു വിമർശനം കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഇനി ഓഫീസിലാണെങ്കിൽ ചെയ്ത ജോലിക്ക് ചെറിയൊരു വിമർശനം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, പിന്നീട് അവിടെ പോകുമ്പോഴൊക്കെ ഇതിങ്ങനെ സംഭവിക്കോ, ഇതിങ്ങനെ സംഭവിച്ചാൽ എനിക്ക് അന്ന് പറഞ്ഞു, അല്ലെ, അന്ന് ഉണ്ടായ കുറ്റപ്പെടുത്തല് അത് ചിലപ്പോൾ ഇനിയും വന്നേക്കാം. അപ്പൊ നിരന്തരം അങ്ങനത്തെ വിമർശനങ്ങൾ കേട്ട വ്യക്തിക്ക്, എപ്പോഴൊക്കെയോ വിമർശനം കേട്ട വ്യക്തിക്ക് അത് പിന്നെ എപ്പോഴും അവർക്കൊരു ആങ്സൈറ്റി, ഞാൻ ചെയ്താൽ തെറ്റിപ്പോവോ, ശരിയാവോ, ആ ചിന്ത ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അവർക്ക് ആ ചിന്ത അവരുടെ മനസ്സിലൊരു വിശ്വാസമായി, കുറച്ച് അധികം സമയം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊരു വിശ്വാസമായിട്ട് ഞാൻ ചെയ്ത്. ആ സമയത്തൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇമോഷൻസ് ഉണ്ടാകുന്നു, ഇമേജസ് ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല, ഞാൻ എന്ന് പറയുന്ന, അല്ലേ, ഞാൻ എന്ന് പറയുന്ന ഈ സെൽഫിനെ ബ്ലെയിം ചെയ്യുന്നതോടൊപ്പം ഞാൻ ചെയ്താൽ ശരിയാവില്ല. അപ്പൊ ഞാൻ എന്താണ്? എനിക്ക് സെൽഫ് ലവ് എന്താണെന്നറിയാം, സെൽഫ് ലവ് വേണമെന്നറിയാം, സെൽഫ് വർത്ത് എന്താണെന്നറിയാം, സെൽഫിനെ സ്നേഹിക്കണം എന്നറിയാം, ഇതൊക്കെ എനിക്ക് അറിയാം. എങ്കിൽ കൂടി ഞാൻ ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് നിരന്തരം ഐ ആം ബ്ലെയിമിങ് മൈസെൽഫ്, ഞാൻ എന്നെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുക. അല്ലെ, എന്റെ ഉള്ളിലേക്ക് പോകുന്ന മെസ്സേജ് ഐ ആം നോട്ട് ഗുഡ് ഇനഫ്, ഞാൻ അത്ര പോരാ. എന്റെ സെൽഫ് വർത്ത് ഇങ്ങനെ താഴേക്ക് അതിനനുസരിച്ച് നമ്മുടെ, അല്ലേ, ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു സെഷനിലുള്ളവർക്ക് നമ്മുടെ ഒരു ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്, നമ്മുടെ ഫ്രീക്വൻസി ലെവൽ ഏറ്റവും താഴെ കിടക്കുമ്പോഴുള്ള ഒരു സംഭവം എന്താണ്, അല്ലേ? അപ്പൊ അതേപോലെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സെൽഫ് വർത്ത് അവിടെ കുറയാണ്. അതൊരു വിശ്വാസമായിട്ട്, എന്നെക്കുറിച്ചുള്ള എൻ്റെ വിശ്വാസം, ഞാൻ ഇത് ചെയ്താൽ മറ്റുള്ളവർ ഇങ്ങനെ പറയും, ഞാൻ ചെയ്താൽ തെറ്റിപ്പോകും, അല്ലെ, മറ്റുള്ളവർ അങ്ങനെ വിചാരിക്കും, അതുകൊണ്ട് ഞാൻ പെർഫെക്റ്റ് ആയിരിക്കണം, അല്ലേ? അപ്പൊ അവിടെ നമുക്ക് തെറ്റ് പറ്റാൻ പാടില്ല. എല്ലാവരും ഇഷ്ടപ്പെടണമെങ്കിൽ ഞാൻ കുറച്ച് കഷ്ടപ്പെടണം, അല്ലേ? ഇത് ഒരു പക്ഷേ നമ്മുടെ യാഥാർത്ഥ്യവുമായിട്ട് പൊരുത്തപ്പെടാത്ത സാഹചര്യങ്ങളോ ഇവന്റോ ഉണ്ടാകുമ്പോ അവിടെ എന്താ സംഭവിക്കുക? ഓവർ തിങ്കിങ് സ്റ്റാർട്ട് ചെയ്യാണ്. മാത്രമല്ല നമ്മൾ അങ്ങോട്ട് തീരുമാനിക്കുക ലൈഫിൽ, നമ്മളങ്ങ് പ്രെഡിക്റ്റ് ചെയ്യുക, നമ്മൾ ലൈഫിൽ ജീവിതം ഇങ്ങനെ ആയിരിക്കണം, ലൈഫ് ഇങ്ങനെ ആയിരിക്കണം, ഇത് ഉണ്ടാക്കി കൊണ്ടു കൊടുക്കുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യാണ്. ചിലപ്പോൾ മോശം അഭിപ്രായം പറഞ്ഞേക്കാം, ചിലപ്പോൾ നല്ല അഭിപ്രായം പറഞ്ഞേക്കാം. ലൈഫ് എന്ന് പറഞ്ഞ അൺപ്രഡിക്റ്റബിളാ. നമ്മൾ ഉദ്ദേശിച്ച വഴിയെ ഒരു പുഴയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പുഴ ഒഴുകുന്നത് കടലിലെത്താൻ വേണ്ടിയാണ്, അല്ലേ? അത് എതിലെ പോയാലും അതിന്റെ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കടലാണെങ്കിൽ, കടലിൽ എത്തണമെങ്കിൽ ആ കടലും ആ പുഴയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെങ്കിൽ, ഇത് കടലും ഇത് പുഴയുമാണെങ്കിൽ ഈ പുഴയ്ക്ക് ഇങ്ങനെ നേരെ പോകാൻ ഒരിക്കലും കഴിഞ്ഞോളണമെന്നില്ല, ഇങ്ങനെ നേരെ പോകാൻ പറ്റിക്കോളണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഒരുപാട് വഴികൾ താണ്ടി, ചിലപ്പോൾ മലയെ ചുറ്റിപ്പിണഞ്ഞ്, അല്ലേ, ചിലപ്പോ താഴേക്ക് പതിച്ച് കല്ലിൽ തട്ടി ചിതറി, പല വഴിക്കായി ചിതറി വീണ്ടും ഒന്നിച്ചു ചേർന്ന് അങ്ങനെയൊക്കെ ആയിരിക്കും എങ്ങോട്ടെത്തുക. ഇതൊക്കെ സംഭവിച്ചേക്കാം. ഇതേപോലെ നമ്മുടെ ലൈഫിലും പല വഴികളിലൂടെ പോകുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായേക്കാം. പക്ഷെ നമ്മൾ അങ്ങ് പ്രെഡിക്റ്റ് ചെയ്യുക, ഇതിങ്ങനെ ചെയ്താൽ പോരെ, അവർക്കെന്താ ഇതിങ്ങനെ ചെയ്താൽ പോരെ, അല്ലെ ഇതെന്താ ഇങ്ങനെ ഉണ്ടായാൽ പോരെ, അതേപോലെ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കും.
എന്ന് നമ്മൾ തന്നെ ഓരോ സെനാരിയോസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. ഇങ്ങനെയാണ് എന്നുള്ള പ്രഡിക്ഷൻസ്, ഡിസിഷൻസ് നമ്മൾ അങ്ങ് എടുക്കുകയാണ്. എന്നിട്ട് അത് സംഭവിക്കാതിരിക്കുമ്പോൾ നമുക്ക് എന്തായി? ഡിസപ്പോയിന്റ്മെന്റ് ആയി, ഓവർ തിങ്കിങ് ആയി, അല്ലേ? അവര് ഈ ഓവർ തിങ്കിങ് ഉള്ള ആളുകളുടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ അവര് കൺട്രോൾ ആഗ്രഹിക്കുന്നവരാ, നിയന്ത്രണം. പക്ഷെ ലൈഫ് ഒരിക്കലും ഞാൻ ഈ പറഞ്ഞ പുഴ ഒഴുകുന്നത് പോലെ അതിനൊരു ഫ്ലോ ഉണ്ട്. എന്ന് പറഞ്ഞ എല്ലാം ഫ്ലോക്കനുസരിച്ച് വിട്ടു കൊടുക്കണം എന്നല്ല. അവിടെ നമ്മളിങ്ങനെ മുറുക്കി പിടിച്ച് ഇതിലെ തന്നെ എന്ന് നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളെക്കാൾ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പ്ലാൻ ആർക്കുണ്ട്? നമ്മുടെ ക്രിയേറ്റർക്കുണ്ട്, അല്ലേ? പലപ്പോഴും ഇങ്ങനെ ഉണ്ടാവുന്ന എന്തുകൊണ്ടാന്ന് ചോദിച്ചാല് നമുക്ക് നമ്മുടെ ഇന്നർ സെൽഫില് ഈ കുറ്റപ്പെടുത്തലൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്തിട്ടുണ്ടാകും, അല്ലേ? പലപ്പോഴും നമുക്ക് സുരക്ഷിതത്വം, സേഫ്റ്റി ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല. ഞാൻ സേഫ് അല്ല എന്നുള്ളൊരു ഫീലിംഗ് എപ്പോഴൊക്കെയോ നമ്മുടെ ഉള്ളിൽ കയറി കൂടിയിട്ടുണ്ട്. ആ പലപ്പോഴും കുട്ടിക്കാലത്താവാം. അതൊക്കെ ഒരു തുടക്കം എന്ന് പറഞ്ഞ ചൈൽഡ്ഹുഡാണ്. കാരണം കുട്ടിക്കാലത്ത് നമ്മളെ വളർത്തി വരുന്ന സമയത്ത് അവിടെ നമുക്ക് എന്താണോ കിട്ടിയിട്ടുള്ളത്, അന്ന് നമ്മുടെ അനുഭവങ്ങൾ എന്താണ്, സ്റ്റിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പറയാം, സ്റ്റിൽ പല മെമ്മറീസും നിങ്ങളുടെ ഉള്ളിൽ കിടപ്പുണ്ടാവും. അതിനനുസരിച്ച് അന്ന് കിട്ടിയ എക്സ്പീരിയൻസിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ പല സ്വഭാവങ്ങളിലും മാറ്റം വരുത്തിയിട്ടുണ്ടാകും. യെസ്, ശരിയല്ലേ? സത്യല്ലേ? ശരിയാണോ? അതെ ശരിയാണ് അതെ ശരിയാണ്. അതെ നമ്മൾ പലതൊന്നും മനസ്സിൽ ഉറച്ച് നമ്മളിങ്ങനെ ഇനി ഞാനത് എന്നെ കൊന്നാലും ഞാനത് ചെയ്യൂല, എന്നെ കൊന്നാലും ഞാൻ ഇനി ഈ ഉത്തരവാദിത്തം, എന്തോ ഒരു ഉത്തരവാദിത്തമൊക്കെ ഏറ്റെടുത്ത് കൊളായി ഇത് കിട്ടിയ സമയത്ത് എന്താ പറയാ, ബ്ലെയിം കേട്ട സമയത്ത് എന്നെ കൊന്നാലും ഇനി ഇല്ല, ഇനി എന്തരായാലും ഞാൻ ഈ തീരുമാനം, അല്ലെ, ഞാനത് ചെയ്യൂല, ഞാൻ ഒന്നിനും ഇനി മുന്നിട്ട് ഇറങ്ങൂല, എത്ര ചെയ്തിട്ടും കാര്യമില്ല. അവരുടെ ലൈഫിലും ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും, മുന്നോട്ടുള്ള ലൈഫിലും എന്ത് ചെയ്താലും കുറ്റപ്പെടുത്തല്, അല്ലേ? നമ്മൾ പല തീരുമാനങ്ങളും അന്ന് ആ കുട്ടി ആയിരിക്കുന്ന സമയത്ത് നമ്മൾ എടുത്തു പോയിട്ടുള്ള ഒരുപാട് തീരുമാനങ്ങൾ നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും കിടപ്പുണ്ട്. ആ ഇന്നർ ചൈൽഡ് ഹീലിംഗിലൂടെ ഒക്കെ പോകുന്ന സമയത്താണ് പലർക്കും, അല്ലേ? ഇന്നലെ തന്നെ ആ ഒരു ഹീലിംഗിന്റെ ഒരു ജേണി ടു ഇന്നർ ചൈൽഡ് ചെയ്തപ്പോഴാണ് പലർക്കും ഓൾമോസ്റ്റ് എന്റെ കാര്യങ്ങളൊക്കെ ഹീലായി എന്ന് വിചാരിച്ചവർക്ക് പോലും ആ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾക്ക് ഇപ്പൊ നമുക്ക് അതിനെ കുറിച്ച് നമ്മളെ എക്സ്റ്റേണൽ, നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ ഇല്ലെങ്കിലും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് കിടക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ഇവന്റ്സ് ലൈഫിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് ട്രിഗറിങ് എന്ന് പറയും, ട്രിഗർ ചെയ്യാന്ന് പറയും. അപ്പോൾ ഒന്ന് ആലോചിച്ചാൽ മതി, നിങ്ങൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന കാര്യം എപ്പോഴും അതിൽ വളരെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു കുട്ടി, അല്ലെങ്കിൽ വളരെ ഇൻട്രോവേർട്ട് ആണ് നിങ്ങളെങ്കിൽ എപ്പോഴൊക്കെയോ നിങ്ങളോട്, അല്ലെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് വന്ന സമയത്ത് നിങ്ങൾ എന്താ പറയാ, എക്സ്ട്രോവേർട്ട് ആയ സമയത്ത് അല്ലെങ്കിൽ പെർഫോം ചെയ്യാൻ നോക്കിയ സമയത്ത് വേണ്ട എന്ന് പറഞ്ഞ്, ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട്, ഇപ്പോ ഒരു മരത്തിലൊക്കെ ഓടിക്കേറുന്ന കുട്ടിയാണെങ്കിൽ, അല്ലേ, വീഴും വീഴും എന്ന് പറഞ്ഞ് പലതവണ ആ കുട്ടീനെ എന്താ പറയാ കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ കുട്ടിക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഉയരങ്ങളിലേക്ക് പോകാൻ കഴിയില്ല. കാരണം ഉയരം എന്ന് പറഞ്ഞാൽ വീഴ്ചയാണ്. ഉയരം കൂടുന്തോറും വീഴ്ചയുടെ ആഘാതം കൂടുന്നു പറഞ്ഞ പോലെ കുട്ടിക്ക് പിന്നെ ലൈഫിലും ആ കുട്ടി പിന്നീട് വലുതാകുമ്പോഴും കേറണ്ട എന്നുള്ളൊരു മെസ്സേജ് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകുന്നത്, അല്ലേ? അപ്പൊ അവർക്ക് പിന്നീട് എത്ര മുകളിലേക്ക് പോകാനുള്ള അവർക്ക് ഓപ്പർച്യൂണിറ്റീസ്, അങ്ങനെയുള്ള ആളുകൾക്ക് പിന്നീട് ലൈഫിൽ അവസരങ്ങൾ വരുമ്പോൾ ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നെ കൊണ്ട് അത് പറ്റൂല. പലപ്പോഴും നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, അവസരങ്ങൾ വരുമ്പോ ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടാവും. ഞാനത് ചെയ്താൽ എന്താണ്, ശരിയാണ്. അവസരങ്ങൾ ഇഷ്ടംപോലെ വരും, പക്ഷെ നമുക്ക് മുന്നിട്ട് ഇറങ്ങാൻ പേടിയാണ്. അത് ഏറ്റെടുക്കാനുള്ള ഒരു ധൈര്യമില്ലായ്മ. അവസരങ്ങൾ വരുമ്പോൾ അത് ഏറ്റെടുക്കാൻ ധൈര്യം വരൂല. കാരണം ഞാൻ ചെയ്താൽ ശരിയാവും, നമ്മളൊക്കെ ചെയ്യുന്ന ഒരു തെറ്റാണ് കേട്ടോ കുട്ടികളുടെ അടുത്തൊക്കെ. നീ ഇത് ചെയ്യണ്ട, നീ ഇത് ചെയ്താൽ ശരിയാവൂല, എത്ര തവണ മക്കളോട് പറയാറുണ്ട്. അതേസമയം അവർക്കൊരു അപ്രിസിയേഷൻ കൊടുക്കുകയാണെങ്കിൽ, ആ അപ്രിസിയേഷൻ കൊടുത്ത ശേഷം ഇത് ഇങ്ങനെയല്ല, ഇങ്ങനെയല്ല, ഇനി ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ കൂടെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും എന്ന് പറയുകയാണെങ്കിൽ
അതേസമയം നമ്മുടെ ഒരു ചിലപ്പോൾ നമ്മുടേതായിട്ടുള്ള മെന്റൽ വൂൺസ് കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മൾ ആ സമയത്ത് കുട്ടികളെ കൺട്രോൾ ചെയ്തിട്ട് അടക്കിയിരുത്തിയിട്ട് അതുകൊണ്ടുണ്ടാവുന്ന അതേപോലെ നമുക്കും കിട്ടിയിട്ടുള്ള അത് തന്നെയാണ് ആ പാറ്റേൺ ആണ് നമ്മുടെ ഉള്ളിലുള്ളത്, അല്ലേ? ആ ഒരു പേടി ചിലപ്പോൾ പലപ്പോഴും നമുക്ക് ആ ഒരു ചിന്ത വരാന്ന് പറഞ്ഞാല് നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന കാര്യത്തിന് പിന്നിൽ എന്തോ ഒരു ഭയമുണ്ട്. ആ ഭയത്തിന് പിന്നിൽ എന്തോ ഒരു ആവശ്യമുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ജോലി നഷ്ടപ്പെടുമോ എന്നുള്ള ആളുടെ, അല്ലെ, ഞാൻ നന്നായിട്ട് ജോലി ചെയ്തിട്ടില്ലെങ്കിൽ, ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് ജോലി നഷ്ടമാകുമോ എന്ന ആളുടെ ഭയത്തിന് സോറി, ആ ചിന്തയ്ക്ക് പിന്നിൽ ഉള്ള ഭയം എന്ന് പറഞ്ഞാല്, അല്ലെ, എന്തായിരിക്കും? അയാളുടെ സാമ്പത്തിക സുരക്ഷയായിരിക്കും. അയാളുടെ ആവശ്യം എന്താ? സേഫ്റ്റിയാണ്, സാമ്പത്തിക സുരക്ഷയാണ് ആവശ്യം. റിലേഷൻഷിപ്പില് പങ്കാളിക്ക് എന്നെ ഇഷ്ടമല്ലാണ്ടാവുമോ, അല്ലെങ്കിൽ പങ്കാളി എന്നെ വിട്ടു പോകുമോ, എന്നോട് അത്ര ഇഷ്ടല്ലേ, അല്ലെങ്കിൽ മക്കൾക്കായാലും പങ്കാളിക്കായാലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വരുന്ന സമയത്ത് അവരുടെ പേടി എന്താന്ന് ചോദിച്ചാല്, എനിക്ക് നഷ്ടപ്പെടുമോ എന്ന് ഭയക്കുന്നുണ്ടെങ്കിൽ അവളുടെ ആവശ്യം എന്താണ്? സേഫ്റ്റിയാണ്. ആ സ്നേഹത്തിന്റെ ഒരു ആവശ്യമാണ്, അല്ലെങ്കിൽ സേഫ്റ്റിയാണ്. അത് എപ്പോഴൊക്കെയോ കിട്ടാണ്ടായി പോയതിനെ നമ്മൾ അന്വേഷിക്കുകയാണ്. അപ്പൊ ഈ ഓവർ തിങ്കിങ് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ ആ ഓരോ തോട്ടും, അല്ലെ, ഓരോ തോട്ടിനും അനുസരിച്ചുള്ള ഹോർമോൺസ് നമ്മുടെ ഇന്നും ഒരു ക്ലയന്റ് വന്നിട്ട് അവർക്ക് എന്താ പറയാ, അവരുടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാല് ഫിസിക്കൽ ഇഷ്യൂസ് ഒരുപാടുണ്ട്. പക്ഷെ ഞാൻ ചോദിച്ചു, ടെസ്റ്റുകൾ ചെയ്തോ? യെസ്, ടെസ്റ്റുകൾ ചെയ്തു. ടെസ്റ്റുകളിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ടെസ്റ്റുകളിൽ ഒരു കുഴപ്പമില്ല. അതായത് പെയിൻ ഉണ്ട്, ആ പെയിനുള്ള ടെസ്റ്റുകളിൽ പ്രശ്നമൊന്നും ഇല്ല. പിന്നെന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മൾ വിചാരിക്കും, നമ്മൾ ഓരോ സമയത്തും ഓരോ ചിന്തകളും നമ്മളിൽ ഓരോ തരത്തിലുള്ള ഹോർമോൺസ് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ആകുന്നുണ്ട്, അല്ലേ? നല്ല ചിന്തകൾ വരുമ്പോൾ ഹാപ്പി ഹോർമോൺസ്, ഡോപാമിൻ പോലെയുള്ള, ഓക്സിറ്റോസിൻ പോലെയുള്ള ഹോർമോൺസ് വരുന്നുണ്ട്. അതേസമയം നെഗറ്റീവ് ചിന്തകളാണെങ്കിൽ നെഗറ്റീവ് ഹോർമോൺസ് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ആയി കഴിഞ്ഞാൽ, അല്ലെ, സെല്ലിൽ ഇപ്പൊ ബയോളജി ഒക്കെ അറിയുന്നവർക്ക് അറിയാം, സെല്ലിന് ഒരു ലോക്ക് ആൻഡ്, അല്ലെ, ഓപ്പൺ ലോക്ക് മെത്തേഡ് ഉണ്ട്. ചില ഹോർമോൺസ് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ സെല്ലിൽ എത്തിക്കഴിഞ്ഞാൽ അത് പിന്നെ എന്താ പറയാ, അതവിടെ ലോക്കാവും. അത് നമുക്ക് പിന്നീട് എന്താ കൊണ്ടുതരാന്ന് വെച്ചാൽ പലതരത്തിലുള്ള പെയിന് കാര്യങ്ങളാ കൊണ്ടുതരാം. ഓവർ തിങ്കിങ് കൊണ്ട് ഉണ്ടാവുന്ന, ഇത് മാത്രമല്ല, നമുക്ക് ഓവർ തിങ്കിങ് അതൊക്കെ ഫിസിക്കലി ഉണ്ടാവുന്ന കാര്യമാണെങ്കിലും നമുക്ക് അല്ലാതെ തന്നെ ഓവർ തിങ്കിങ് ഇമ്മീഡിയറ്റ്ലി നമുക്ക് ഓവർ തിങ്കിങ് ഉള്ള ഒരാൾക്ക് ഡിസിഷൻ എടുക്കാൻ കഴിയില്ല, ഭയങ്കര ആങ്സൈറ്റി ആയിരിക്കും. അങ്ങനെ ഒന്നിനും ഡിസിഷൻ എടുക്കാൻ കഴിയാതിരിക്കുമ്പോൾ അവർക്ക് ആക്ഷൻ എടുക്കാൻ കഴിയില്ല. അവര്, അല്ലെ, നമ്മൾ പറയും മടിയാണ്, അലസതയാണ് എന്ന് നമ്മൾ പറയും, പക്ഷെ അവര് സ്റ്റക്കാണ്. ഈ ഓവർ തിങ്കിങ് കാരണം, അവരുടെ പാറ്റേൺ കാരണം, അവരുടെ ബിലീഫ് സിസ്റ്റം കാരണം, അവർക്ക് കുട്ടിക്കാലം മുതലേ കിട്ടിയിട്ടുള്ള ആ ഒരു, എന്താ പറയാ, പാറ്റേൺ കാരണം അവർ സ്റ്റക്കാണ്. ഒന്നിലും ഫോക്കസ് ചെയ്യാൻ കഴിയില്ല, ഒരു ആക്ഷനും എടുക്കാൻ കഴിയില്ല. അപ്പൊ എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, ഞാൻ ഉദ്ദേശമൊന്നും നടക്കുന്നില്ല, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, ആ സെൽഫ് ബ്ലെയിം തുടങ്ങി. അപ്പൊ അവര് എനർജി ഫ്രീക്വൻസി ഇങ്ങനെ താഴേക്ക് ഏറ്റവും താഴെയുള്ള സ്റ്റേജിൽ ഫിയർ ഉണ്ട്, ആങ്സൈറ്റി കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഫൈനൽ റിസൾട്ട് എന്താ? ഹെല്ലാണ്. നരകതുല്യമായ ജീവിതമാണ് ഞാൻ നയിക്കുന്നത് എന്ന് പറയും. അത് ഹെവനിലേക്ക് എത്തണമെങ്കിൽ ഈ ഫ്രീക്വൻസി ഇങ്ങനെ ഹൈ ആയി മേലേക്ക് വരണം, അല്ലേ? പിന്നെയുള്ള പ്രശ്നം ചിലപ്പോൾ ഉറക്കക്കുറവ് ഉണ്ടാവാം, തലവേദന ഉണ്ടാവാം, ക്ഷീണം ഉണ്ടാവാം, അല്ലെ? ഇമോഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇമോഷണൽ ബോഡി, ഞാൻ പറഞ്ഞല്ലോ, ഇമോഷണൽ എനർജി ഉണ്ട്, ഫിസിക്കൽ എനർജി ഉണ്ട്. ഇമോഷണൽ എനർജിയിൽ ചിലപ്പോൾ ആങ്സൈറ്റി വരാം, പലതരത്തിലുള്ള ഇറിറ്റേഷൻസ് വരാം, ദേഷ്യം വരാം, ആവശ്യമില്ലാത്ത സങ്കടം വരാം, അല്ലെ? ഒരു മൊബൈൽ, ഞാൻ നേരത്തെ കാറിന്റെ കാര്യം പറഞ്ഞ പോലെ, ഒരു മൊബൈൽ ഒരു 50 ആപ്പുകൾ അല്ലെങ്കിൽ കുറെ ആപ്പുകൾ, ഒരു 5-6 ആപ്പുകൾ ഒന്നിച്ച് തുറന്നു വെച്ച് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഒരു കുറെ ആപ്സ് ഒന്നിച്ച് തുറന്നു വെച്ച് കഴിഞ്ഞാൽ പല ഇതിലാക്കിയിട്ട് ഹാങ് ആവും. നമ്മൾ പറയില്ലേ, ഹാങ് ആവാന്ന് പറയുന്നില്ലേ, ഫോണൊക്കെ ഹാങ് ആവാന്ന്, ഇല്ലേ?
ഇതേപോലെ ആരും എന്താ ഒന്നും മിണ്ടാത്തെ? ശരിയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഷെറീജ മാം ഒന്നും മിണ്ടുന്നില്ലല്ലോ? ശരിയാണ്, ഫോണ് ഹാങ് ആകുന്ന മാതിരി നമ്മളും ആ ഹാങ് ആയിപ്പോ. നമ്മള് ഹാങ് ആവുന്നുണ്ട് ഉം. അല്ലേ? ബാറ്ററി ഡ്രെയിൻ ആവുന്നുണ്ട്. അപ്പൊ നമ്മൾ കുറേ സമയമായിട്ട് ഈ ഓവർ തിങ്കിങ്ങിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ വേണ്ടേ? വേണ്ടേ? സൊല്യൂഷൻ വേണം. സൊല്യൂഷൻ വേണം അല്ലേ? മെയിൻ ആയിട്ടൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് സൊല്യൂഷൻസ്, ഒരു 4-5 സൊല്യൂഷൻസ് പറഞ്ഞുതരാം. അതിനു മുമ്പ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം, ഇതിന് ഡീപ്പ് ലെവലിൽ നമുക്ക് റൂട്ട് ചെയ്യണം. അതിന്റെ റൂട്ട് കോഴ്സ് കണ്ടെത്തിയിട്ട് നമുക്ക് അതിനെ എടുത്ത് കളയണം. പ്രത്യേകിച്ചും ചൈൽഡ്ഹുഡിൽ സ്റ്റക്കായ മെമ്മറി ഇപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ഒരു ക്ലയന്റ് ഇപ്പൊ എന്നും പറഞ്ഞൊരു സംഭവം എന്താന്ന് വെച്ചാല്, എനിക്ക് എന്റെ ഉമ്മാനെ ഓർക്കുന്ന സമയത്ത് അത്ര ഒരു ഇത് കിട്ടും. ഉമ്മയ്ക്ക് എന്തെങ്കിലും പറ്റി എന്ന് പറയുമ്പോൾ, ഉമ്മയ്ക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ എനിക്ക് അത്ര ഒരു ഇന്റിമസി വരുന്നില്ല, ഒരു അറ്റാച്ച്മെന്റ് വരുന്നില്ല. അതേസമയം അതിപ്പോ നമ്മൾ അങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല്, അവിടെ അവർക്ക് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസസിന്റെ ബേസിലാണ് അത് അവരത് പറയുന്നത് അല്ലേ? അതേപോലെ ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്, എന്റെ ക്ലയൻസിന്റെ അടുത്ത് ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ഉമ്മയ്ക്ക് എത്ര മാർക്ക് കൊടുക്കുന്നു? എപ്പോഴും ഈ കുട്ടിക്കാലത്തെ കാര്യങ്ങൾ നിങ്ങൾ പാരന്റ്സിനെ മാത്രം ഒരിക്കലും എടുക്കരുത് കേട്ടോ. പാരന്റ്സ് മാത്രമല്ല, നമുക്ക് ചൈൽഡ്ഹുഡ് ട്രോമാസ് അല്ലെങ്കിൽ ഇന്നർ ചൈൽഡ് വൂൺസ് തന്നിട്ടുള്ള ഒരു പക്ഷേ നമ്മുടെ പാരന്റ്സ് മാത്രം ആയിരിക്കില്ല. അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് സെഷനിൽ നമ്മൾ പറയുന്നുണ്ട്. അവിടെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും പറ്റുന്നുണ്ട്. വൺ ഓഫ് ദ ടൂൾസ് ആണ്, അല്ലെങ്കിൽ വൺ ഓഫ് ദ മെത്തേഡ്സ് ആണ്, അന്നുള്ള പാറ്റേണിനെ നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് അതിനെ നമ്മൾ റീപ്രോഗ്രാം ചെയ്ത്, അല്ലെങ്കിൽ അതിനെ ആ ഇന്നർ ചൈൽഡ് വൂൺസിനെ ഹീല് ചെയ്യാന്നുള്ള ഒരു മെത്തേഡ്. ഓക്കെ, അതിനുള്ള എന്താ പറയാ കോഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എൻക്വയറി നടത്താം, വേണമെങ്കിൽ ചോദിക്കാം. അതല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പെരിഫറൽ ലെവലിലൊക്കെ നമുക്ക് തോട്ട്സിനെയൊക്കെ താൽക്കാലികമായിട്ട് തോട്ട്സിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. റൂട്ട് ലെവലിൽ പോയിട്ട് ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞ ഇന്നർ ചൈൽഡ് ഹീലിംഗ്. അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വൺ ഓഫ് ദ ആക്ടിവിറ്റി ഞാൻ പറയാം, തോട്ട് ഡംപിംഗ് എന്ന് പറയും. തോട്ട് ഡംപിംഗ്, നിങ്ങൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പേ ഓരോ ഒരു ഉറങ്ങുന്നതിന് മുന്നേ എന്ന് പറഞ്ഞാൽ പോയി കിടന്നാൽ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുകയായിരിക്കും അല്ലേ? പക്ഷെ ആ ചിന്തിക്കുന്ന സമയം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ആ കിടക്കാൻ പോകുന്നതിന് മുന്നേ നിങ്ങളുടെ എല്ലാ ചിന്തകളും, ആ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന, അങ്ങനെ അലട്ടിക്കൊണ്ട് വരുന്ന ചിന്തകളെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ്ലി അവിടെ ആലോചിച്ചെഴുതണ്ട, വാട്ട് എവർ കംസ് ടു യുവർ മൈൻഡ്. ചിലപ്പോൾ അവിടെ നിങ്ങൾക്ക് കുത്തി വരയ്ക്കാൻ തോന്നും, ചിലപ്പോൾ കുറെ വരകൾ ഇടാൻ തോന്നും, ചിലപ്പോൾ നിങ്ങൾ ദേഷ്യങ്ങൾ, ഇറിറ്റേഷൻസ് അവിടെ തീർക്കാൻ തോന്നും, ചിലപ്പോൾ എഴുതി ഇങ്ങനെ നോൺ സ്റ്റോപ്പ് ആയിട്ട് എഴുതാൻ തോന്നും. അങ്ങനെ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ആർ ലക്കി. അങ്ങനെ എഴുതിയിട്ട് കംപ്ലീറ്റ് എഴുതിയിട്ട് ഐ റിലീസ് ദിസ് തോട്ട്സ് ആൻഡ് പെയിൻ ബിഹൈൻഡ് ദിസ് തോട്ട്. ഈ ചിന്തയെയും ഈ ചിന്തയ്ക്ക് പിന്നിലുള്ള വേദനകളെയും ഞാൻ റിലീസ് ചെയ്യുന്നു. ക്ലിയർ ആയിട്ടുണ്ടോ ഈ ഒരു ആക്ടിവിറ്റി? എഴുതന്നെ വേണം അല്ലേ? അല്ല പറയാൻ പറ്റില്ല, എഴുതന്നെ എഴുതുക, വേണം. എഴുതുതന്നെ ചെയ്യുക. അങ്ങനെ ഒരു തോട്ട്, നിങ്ങളെ ഡിസ്റ്റർബിങ് തോട്ട്സ്, നിങ്ങളെ പലതവണ ഉള്ള തോട്ട് ഉണ്ടെങ്കിൽ തോട്ട് ഡംപിംഗ് എന്ന് പറയും. നമ്മളൊരു പേപ്പറിൽ അത് കംപ്ലീറ്റ്ലി എഴുതിയ ശേഷം ആ തോട്ട് നമുക്ക് ഭയങ്കര റിലാക്സേഷൻ അത് കിട്ടും. അവിടെ ഞാൻ ഒന്ന് പറയട്ടെ, ഉം ഈ എഴുതിയിട്ട് ചെയ്യാൻ പറഞ്ഞില്ല, ഈ എഴുതിയിട്ട് എഴുത്ത് പൂർത്തിയാക്കാൻ കഴിയില്ല, എന്നിട്ട് അത് കുത്തി പറഞ്ഞിട്ടാണ് ഒട്ടും വായിച്ചത് ആരൊക്കെ തോന്നുന്നു. ക്ലിയർ ആയില്ലല്ലോ സാബ്ര മാം. നോട്ടിൽ നമ്മൾ എഴുതുമ്പോഴേ, ആ നോട്ടിൽ എഴുതിയിട്ട് പിന്നെ അതങ്ങോട്ട് നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ട് വരും മൈൻഡില്. അപ്പോ എടുത്തിട്ട് കുത്തി വരഞ്ഞിട്ട് ആ നോട്ടൊക്കെ എടുത്ത് കീറിയിട്ട് വലിച്ചെറിയാനാ തോന്നുക. ചെയ്തോളൂ, കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല കേട്ടോ. അതിന് അങ്ങനെയുള്ള തോട്ട് ഡംപിങ് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതണ്ട. തോട്ട് ഡംപിങ് ചെയ്യുന്ന സമയത്ത് സെപ്പറേറ്റ് ഒരു പേപ്പർ എടുക്കുക. ആ പേപ്പറിൽ വരുന്ന തോട്ട്സിനെ ആസ് ഇറ്റ് ഈസ്, ജഡ്ജ്മെന്റൽ ആവണ്ട. എനിക്കിങ്ങനെ ചിന്ത, ഇത്രയും മോശം ചിന്ത എനിക്ക് വന്നല്ലോ എന്ന് വിചാരിക്കേണ്ട. ബി കൈൻഡ് ടു യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളോട് അത്രയും കൈൻഡ് ആയിരിക്കുക, കമ്പാഷനേറ്റ് ആയിരിക്കുക. കാരണം പെണ്ണൊക്കെ അമർത്തി അമർത്തി വരച്ചോളൂ, അമർത്തി വരച്ചോളൂ. അതൊക്കെ റിലീസിങ് ടെക്നിക്കാണ്, റിലീസിങ് ആണ്. അവിടെ നമ്മൾ ആരോടൊക്കെയോ ഉള്ള ദേഷ്യവും കാര്യങ്ങളും ഉള്ളിൽ ഇങ്ങനെ അതൊക്കെ കടിച്ചമർത്തുന്നതിനേക്കാൾ മണ്ണൊക്കെ ഹീൽ ചെയ്ത് പോവുകയാണ്, അതിൽ പെടും.
യെസ്, കുത്തി വരല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ചിലപ്പോൾ നമുക്ക് കുത്തി വരയ്ക്കാൻ തോന്നും, ചിലപ്പോൾ നമുക്ക് എന്താ പറയാ, അത് നമുക്ക് അവിടെ എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ഇത് ചെയ്യണം. റിലീസ് ഈ ആക്ടിവിറ്റിയിലൂടെ ഞാൻ വേറൊന്നും മോശമായ പ്രവൃത്തിയൊന്നും അല്ല ചെയ്തത്. ഐ ആം റിലീസിങ് ദിസ് തോട്ട്സ്. ഇതിലൂടെ ഞാൻ എന്താ ചെയ്യുന്നത്? എൻ്റെ ചിന്തകളെയും ചിന്തക്ക് പിന്നിലുള്ള പെയിനിനെയും വേദനകളെയും ഞാൻ റിലീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ റിലീസ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒന്നുകിൽ നിങ്ങളത് കത്തിച്ച് കളയുക. ഇനി അതല്ലെങ്കിൽ അപ്പോൾ പുറത്തുള്ളവർക്കൊക്കെ കത്തിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ സ്മോൾ പീസസ് ആക്കിയിട്ട് എന്ത് ചെയ്യുക, വേസ്റ്റിലിടുക. സാധാരണ ഫോർഗിനെസ് ചെയ്യുന്നത് പോലെ തന്നെ ട്ടാ. ഫോർഗിനെസിന്റെ എഴുതി കത്തിച്ച് ഫോർഗീവ്നെസ്സിന് എഴുതി കത്തിക്കാം, ഫോർഗീവ്നെസ്സിനും എഴുതി കത്തിക്കാം. അങ്ങനത്തെ നിങ്ങൾ നോട്ട്ബുക്കിൽ ചെയ്യേണ്ട, അങ്ങനത്തെ ഒരു പേപ്പറിൽ ചെയ്തിട്ട് എഴുതിയിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് അങ്ങനെ ഒരു അത് ഇതൊന്നും ഒരു തവണ അല്ല കേട്ടോ, കുറേ തവണ ഇങ്ങനെ എഴുതുന്ന സമയത്ത് പിന്നെ നിങ്ങൾക്ക് ഇതൊക്കെ എന്ത് ഇതൊന്നും ആ ഫീലിംഗില്ല. പിന്നീട് ആ ചിന്ത നിങ്ങൾക്ക് ഒരു തവണ ഒന്നും ചെയ്താൽ പോലെ പല തവണ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് പിന്നീട് നിങ്ങൾക്ക് അത് ചിന്തിക്കുമ്പോൾ അത് ഒരു പ്രശ്നമില്ലാത്ത രീതിയിലായി മാറും. ദിവസത്തില് ഒരു പ്രാവശ്യം ചെയ്യേണ്ടി, രാത്രിയിൽ മാത്രവും. രാത്രി ഉറങ്ങുന്നതിന് മുമ്പേ. ഇനി രാത്രി അല്ല, രാത്രി നിങ്ങൾക്ക് സിറ്റുവേഷൻ കിട്ടുന്നില്ല, നിങ്ങൾ വല്ലാതൊരു തോട്ട് നിങ്ങളിങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുക പകലെപ്പോഴെങ്കിലും ആണെങ്കിലും. അപ്പൊ ആ സമയത്ത് നിങ്ങൾ ഫ്രീ ആണെങ്കിൽ ആ സമയത്ത് ഇരുന്നിട്ട് അത് എഴുതിയിട്ട് ഡംപ് ചെയ്ത് കളയും. ഓക്കെ. ഇനിയിപ്പോ എഴുതാനൊന്നും പറ്റാത്ത സിറ്റുവേഷൻ ആണ്, ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഒരു സംഭവം എന്ന് പറയുന്നത്, നിങ്ങൾ ചോദിക്കുക, ഈ ചിന്ത ഒരൊറ്റ ചോദ്യങ്ങൾ ചോദിക്കുക, ഈ ചിന്ത എന്നെ സഹായിക്കുന്നുണ്ടോ? ഈ തോട്ട് എനിക്ക് ഹെൽപ്ഫുൾ ആണോ? ഞാൻ ഈ ചിന്തിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ എനിക്ക് ഉപയോഗം ഉണ്ടോ? ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് കുട്ടി പോയിട്ട് സ്കൂളിൽ പോയിട്ട് കുട്ടീനെ പറഞ്ഞയച്ച് കുട്ടി എന്താ പറയാ, ചെറിയൊരു തലവേദന ഉണ്ട് രാവിലെ പോകുമ്പോ എന്ന് വിചാരിച്ചോളൂ. തലവേദന വരുമോ, പനി വരുമോ, ഭക്ഷണം കഴിക്കോ, ഛർദിക്കോ, ഞാനിങ്ങനെ ചിന്തിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും ഇതുകൊണ്ട് ഒരു ഗുണമുണ്ടോ? അല്ലെ ഈ ചിന്ത എന്നെ ഡ്രെയിൻ ആക്കുന്നുണ്ടോ, എന്നെ ടയേർഡ് ആക്കുന്നുണ്ടോ എന്നൊന്ന് പിന്നെ ചോദിക്കട്ടെ. മക്കൾക്കൊക്കെ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതന്നെ ചിന്തിച്ചു കൊണ്ട് എന്താ കിട്ടാത്തത്, എനിക്കും കുട്ടിയൊക്കെ കിട്ടാത്തത് ഇങ്ങനെ പറയുമല്ലോ. അപ്പൊ അതൊക്കെ എങ്ങനെ കുട്ടികള് ഇപ്പൊ എന്റെ മക്കള് ഗൾഫിലാണ്, ദുബായി പോയിരുന്നു. പക്ഷെ ഈ ദുബായിന്റെ ഈ പ്രശ്നം കൊണ്ട് ജോലിയൊന്നും ശരിയാകുന്നില്ല. അപ്പൊ തന്നെ മനസ്സിൽ ഇങ്ങനെ വെച്ച് ഇങ്ങനെ എന്താ ശരിയാകാത്ത, എന്താ ശരിയാകാത്ത എന്താ ശരിയാവാത്തത് ഇല്ല. അല്ലേ? അപ്പൊ ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. അതന്നെ മനസ്സിലിങ്ങനെ വരും. ഉമ്മമാരുടെ ചിന്തയ്ക്ക് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്, പ്രത്യേകിച്ചും മക്കളുടെ കേസിൽ. മക്കള് ഉമ്മമാരുടെ ഒരു ചിന്ത എന്ന് പറഞ്ഞാല് നെഗറ്റീവ് ചിന്തിക്കുമ്പോൾ അതാണ് സംഭവിക്കാന്ന് പറഞ്ഞാലും ശരിക്കും ഉമ്മമാര് തൊടാതെ തൊടുന്ന ഒരു സ്പേസാ മക്കൾ എന്ന് പറഞ്ഞാല്. മനസ്സിലാവുന്നുണ്ടോ? അനക്കാതെ സ്പർശിക്കാതെ ചലിപ്പിക്കാൻ കഴിയുന്ന, സ്പർശിക്കാതെ അല്ലെങ്കിൽ തൊടാതെ തൊടാൻ കഴിയുന്ന ഒരു സ്പേസാണ് ഉമ്മ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അമ്മ എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ കണക്ഷൻ ആണല്ലോ. ആ കണക്ഷനാണ്. ആ കണക്ഷനിൽ നിന്നുകൊണ്ട് നിരന്തരം എന്റെ കുട്ടിക്ക് ജോലി കിട്ടൂലേ 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 എന്നുള്ള ആങ്സൈറ്റി, നിങ്ങൾ എന്താ കിട്ടാത്തതെന്ന് പറയുമ്പോ അതിൽ കിട്ടാത്ത ഒരു പെയിൻ, നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു പെയിന് കിടപ്പുണ്ട്, ആ ഒരു വിഷമം, ആ ഒരു സങ്കടം, അപ്പൊ ആ ഒരു സങ്കടത്തിലുള്ള എനർജിയാണ് നിങ്ങൾ പാസ് ചെയ്യുന്നത്, ആ കുട്ടിക്ക് കിട്ടുന്നത്. അത് മാത്രല്ല, പ്രത്യേകിച്ച് നമ്മുടെ ഓരോ ചിന്തയും ഓരോ പ്രാർത്ഥനയാന്ന് പറയും, എങ്കിലും ഉമ്മമാരുടെ ചിന്ത മക്കൾക്ക് വേണ്ടിയുള്ള ചിന്ത എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ പ്രാർത്ഥനയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത് ഉമ്മമാരുടെ കേസിൽ ഒരിക്കലും നിങ്ങളൊരു മാക്സിമം നമുക്കിങ്ങനെ ചിന്തിച്ചുകൊണ്ട് എന്താ കിട്ടാത്തേന്ന് ചിന്തിക്കുന്നതിന് പകരം എന്റെ കുട്ടിക്ക് അല്ലെ ഇപ്പൊ കിട്ടിയിട്ടില്ല, ഇതുവരെ കിട്ടിയിട്ടില്ല എങ്കിൽ കൂടി നമുക്ക് ഇമാജിൻ ചെയ്യാനോ കിട്ടും, അത് നല്ല ജോലിയിൽ തന്നെ ആകും, എന്റെ കുട്ടി അത് അർഹിക്കുന്നുണ്ട്, എന്റെ കുട്ടിക്ക് കുട്ടിക്കുള്ള ഒരുപാട് പോസിറ്റീവ് ക്വാളിറ്റീസ് ഉണ്ടാവും, കുട്ടിക്ക് എഡ്യൂക്കേഷൻ ഉണ്ടാവും, കുട്ടിക്ക് നന്നായി സംസാരിക്കാനുള്ള കഴിവുണ്ടാവും, കോൺഫിഡൻസ് ഉണ്ടാവും, എന്റെ കുട്ടിക്ക് കോൺഫിഡൻസ് ഉണ്ട്, കുട്ടി ചെയ്ത നല്ല കാര്യങ്ങൾ ഉണ്ടാവും, നല്ല മാർക്ക് സ്കോർ ചെയ്ത സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാവും, ഇതൊക്കെ അവന് കിട്ടിയിട്ടുണ്ടല്ലോ, ഈ എക്സാം ഒക്കെ അവന് പാസ്സായിട്ടുണ്ടല്ലോ, അപ്പൊ ഇന്റർവ്യൂവിന് പോവാലോ, ജോലി കിട്ടും. അതൊരു പ്രാർത്ഥനയാണ്. ആ രീതിയിൽ നമുക്ക് ചിന്തിക്കാലോ. അല്ല അതേപോലെ ചിന്തിക്കുന്നുണ്ട്. കാരണം മോളാണെങ്കിലും എഡ്യൂക്കേറ്റഡ് ആണ്, BDS കഴിഞ്ഞിട്ട് അവിടെ ഇതൊക്കെ ആയതാ. പക്ഷെ എന്നാലും ഇങ്ങനെ അങ്ങനെയൊക്കെ വിചാരിക്കും മനസ്സിൽ, എന്തായാലും കിട്ടും, സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ
ചിന്തിക്കൂട്ടോ. മോനും ഉണ്ട് അവിടെ, ആങ്ങളെയും മങ്ങളും ഉണ്ട്. അപ്പോഴും മോനും തന്നെ അത്യാവശ്യം പഠിച്ചൊക്കെ പോയത് തന്നെയാണ്. പക്ഷെ എന്നാലും ഇങ്ങനെ അതന്നെ ഇടയ്ക്ക് എന്നാലും വന്നാള് അതിങ്ങനെ ചിന്തിക്കാന്ന് പറയുമ്പോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ തരം, ഭാവിയിൽ നമ്മൾ കുടുങ്ങിക്കിടക്കുകയാണ്. നമ്മുടെ മക്കളുടെ ആ ഭാവിയിൽ നമ്മൾ അങ്ങനെ കുടുങ്ങിക്കിടന്നിട്ട് ഉള്ള ഒരു ചിന്തയാണ്. അപ്പൊ അതിൽ എപ്പോഴൊക്കെയോ നമുക്ക് അത് കിട്ടൂല എന്നുള്ള ഒരു തോട്ട് നമുക്ക് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ അതിനെ ഡൈവേർട്ട് ചെയ്ത് കൺവേർട്ട് ചെയ്ത്, കാരണം നമ്മൾ ചോദിക്കും ഞാൻ ഇങ്ങനെ ചിന്തിച്ചോണ്ട് ഇപ്പൊ എന്താ കാര്യം. രണ്ടാമത്തെ ടൂളാ ഞാൻ അതാ. ഈ ചിന്ത ഈ ചിന്ത നമ്മൾ മനസ്സിലാക്കിയത് എന്റെ ഒരു പ്രാർത്ഥനയാണ്. ഞാൻ എന്റെ കുട്ടിയുടെ ഉമ്മയാണ്. എനിക്ക് എന്റെ കുട്ടിയിലെ എന്റെ കുട്ടിയെ എന്റെ ചിന്തകൾ കൊണ്ട് എനിക്ക് സ്പർശിക്കാൻ കഴിയും. അപ്പൊ ഈ ചിന്ത എന്റെ എനർജി കൂടെ ഡ്രെയിൻ ആവുകയാണ്. അപ്പൊ എന്റെ കുട്ടി വിളിക്കുമ്പോ പോലും എന്റെ എനർജി ഡൗൺ ആയി കഴിഞ്ഞാൽ എന്റെ കുട്ടി ഒന്ന് വിളിക്കുമ്പോ എനിക്കൊന്ന് ആശ്വസിപ്പിക്കാൻ എനിക്ക് പറ്റുമോ? അല്ലെ എനിക്ക് അവനൊരു കോൺഫിഡൻസ് കൊടുക്കാൻ എനിക്ക് പറ്റുമോ? പറ്റുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കാം, ആ രീതിയിൽ നമ്മൾ എടുക്കുക. പിന്നെ അതേപോലെ വേറൊരു സംഭവം കൊണ്ട് മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് സർക്കിൾ ഓഫ് കൺട്രോൾ ആണ്. സർക്കിൾ ഓഫ് കൺട്രോൾ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ 2 സർക്കിൾ വരച്ച്, വേണമെങ്കിൽ ഇപ്പൊ ചെയ്യാനുള്ള സമയമെല്ലാം തോന്നുന്നു, നിങ്ങൾ പിന്നീട് ചെയ്താൽ മതി. അതായത് സർക്കിൾ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാല് ഒന്നാമത്തെ സർക്കിളിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ സർക്കിളിന് നേരെ നിങ്ങൾ ഇത് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നത്. രണ്ടാമത്തെ സർക്കിളിന്റെ മേലെ ഇതാ കൺട്രോൾ ചെയ്യാൻ കഴിയാത്തത്, അല്ലേ? എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നത്, പലപ്പോഴും നിയന്ത്രിക്കാൻ കഴിയാറില്ല, എന്നാലും ശ്രമിച്ചാൽ കഴിയുന്നത് ഒന്ന് എന്റെ ശീലങ്ങളാ, അല്ലെ? എന്റെ ശീലങ്ങള്, എന്റെ പെരുമാറ്റ രീതികള്, എന്റെ ഡിസിഷൻസ്, ഞാനുമായി ബന്ധപ്പെട്ട എന്റെ ഡിസിഷൻസ്, എന്റെ പ്രതികരണങ്ങള്, എന്റെ സംസാര രീതി, അല്ലെ? ഇതൊക്കെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയും. അതെനിക്കേ നിയന്ത്രിക്കാൻ കഴിയും. അതേസമയം മറ്റുള്ളവരുടെ, അല്ലെ, എനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാത്തത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങള്, അവരുടെ ചിന്തകള്, വാട്ട് അതേഴ്സ് തിങ്ക്, മറ്റുള്ളവരെന്ത് വിചാരിക്കും, അവരുടെ വിചാരങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയില്ല. അതേസമയം നമ്മുടെ പെരുമാറ്റം നന്നാക്കാൻ നമുക്ക് കഴിയോ? അതില്ല. അതന്നെ ആളുകൾ ഇങ്ങനെ ചോദിക്കും കുട്ടികൾക്ക് ജോലി കിട്ടിയോ, ജോലി കിട്ടി. അപ്പൊ അതും കൂടെ കേൾക്കുമ്പോ ഞമ്മക്ക് അങ്ങനെ ഉണ്ടല്ലോ ഒരു ഇറിറ്റേഷൻ ഇങ്ങനെ. അതന്നെ മാം പറഞ്ഞവര് മറ്റുള്ളവരെന്ത് അത് വിചാരിക്കുന്നുള്ള ഒരു ഇതുണ്ട് തോന്നുന്നു. അത് നിങ്ങൾ ചിന്തിച്ചത് കൊണ്ടും ചിന്തിക്കാതിരുന്നത് കൊണ്ടും ഒരിക്കലും നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത രണ്ടാമത്തെ സർക്കിൾ ഉള്ളതിന്റെ മേലെ നിങ്ങൾ വർക്ക് ചെയ്യാൻ പോണ്ട. അത് അവരുടെ അഭിപ്രായങ്ങള്, അവരുടെ ചോദ്യങ്ങള്, അവരുടെ ചിന്തകള്, ഈ കാലാവസ്ഥ അല്ലെങ്കിൽ ഭൂതകാലം, കഴിഞ്ഞു പോയ കാര്യങ്ങൾ, ഇതൊന്നും നമ്മുടെ കൺട്രോളിലല്ല. ഇത് കഴിഞ്ഞു പോയി. ഭാവിയും നമ്മുടെ കൺട്രോളിലല്ല. എങ്കിൽ കൂടി ഭാവിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതിൽ നമ്മൾ ഇങ്ങനെ, അപ്പൊ ഈ 2 സർക്കിൾ വരച്ചിട്ട് നമ്മൾ തീരുമാനിക്കും ഇതെനിക്ക് റിയലൈസ് ചെയ്യാം, ഇതെനിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതേസമയം എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന കുറെ അതിനൊരു പക്ഷേ എന്റെ റിയാക്ഷൻ മെത്തേഡ് എനിക്ക് നിയന്ത്രിക്കാൻ ഇപ്പൊ കഴിയുന്നില്ലെങ്കിൽ, അല്ലേ, എന്റെ എടുത്തു ചാടിയുള്ള പ്രതികരണ രീതി അല്ലെങ്കിൽ എടുത്തു ചാടിയുള്ള സംസാരം, എന്റെ പെട്ടെന്ന് ദേഷ്യപ്പെടേണ്ട പെരുമാറ്റം എനിക്ക് നിയന്ത്രിക്കാൻ ഇപ്പൊ പറ്റുന്നില്ലെങ്കിൽ, ഞാൻ ശ്രമിച്ചാൽ അത് നടക്കുമെങ്കിൽ, അതെന്റെ നിയന്ത്രണത്തിലുള്ള കാര്യമാണെങ്കിൽ, അത് നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ ഞാൻ എന്ത് ചെയ്യണം? അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? അതിന് ഞാൻ എന്ത് ലേണിംഗ് ആണ് എടുക്കേണ്ടത്? അതിന് ഞാൻ ആരെയാണ് കാണേണ്ടത്? അതിന് ഞാൻ, അല്ലാണ്ട് എന്റെ ഓപ്പോസിറ്റുള്ള ആളുടെ ചിന്തന ഒന്ന് മാറ്റാന് ഞാനിപ്പോ ആരെയാ കാണാ? അത് നടക്കുവോ? നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ട് കാര്യമുണ്ടോ? അല്ല, നാട്ടുകാരെ ഈ ചോദ്യം ഒന്ന് നിർത്താനിപ്പോ ഞാനിപ്പോ ആരോടാ പറയാ? അല്ലേ? അതേസമയം അത് കേൾക്കുമ്പോൾ നമ്മുടെ ചിന്തയെ നമുക്ക് നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ, നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ, അല്ലേ, 1000 യുദ്ധങ്ങളിൽ ജയിച്ച പോരാളിയേക്കാൾ വലിയ പോരാളി സ്വന്തം മനസ്സിനെ ജയിച്ച പോരാളിയാണ്, ജയിച്ച ആളാണ്, അല്ലെ? അപ്പൊ അതിനു വേണ്ടി ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ലേണിങ്സ് എടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, അറിവില്ലാത്തടത്തേ മുറിവുണ്ടാവൂ. അറിവ് മുറിവിനെ ഉണക്കും. അതിന് ഞാൻ ആരെയാണ് കാണേണ്ടത്? അതിന് ഞാൻ എന്ത് മെത്തേഡാണ് സ്വീകരിക്കേണ്ടത്? അപ്പൊ അതിനൊക്കെ വൺ ഓഫ് ദ ബെസ്റ്റ് ടൂൾ ആണ് കേട്ടോ ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്നൊക്കെ പറയും. പക്ഷെ ചെയ്യണം, ആക്ടിവിറ്റി ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്തു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ മൈൻഡിനെ, ഞാൻ പറഞ്ഞത് നമ്മുടെ ഇമോഷണൽ, ശരീരത്തിന് നമ്മൾ ഭക്ഷണം എക്സസൈസും കൊടുക്കുമ്പോൾ നമ്മുടെ ഇമോഷണൽ എനർജിയെയും നമ്മുടെ മെന്റൽ എനർജിയെയും മെയിൻറ്റെയിൻ ചെയ്യുന്ന, ആൻഡ് അവർ സ്പിരിച്വൽ എനർജി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് മെത്തേഡാണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അത് മാത്രമല്ല, ഇത്തവണത്തെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് നെക്സ്റ്റ് ബാച്ചിന്റെ കൂടെ
ഹീലിംഗ് മാത്രമല്ല, കുറച്ചുകൂടെ അഡീഷണൽ ആയിട്ട് ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആക്ഷൻ എടുക്കേണ്ട എന്താ പറയാ, കുറച്ച് ഗോൾ സെറ്റിങ്ങും അതേപോലെ തന്നെ നമ്മുടെ ഹാബിറ്റ് ക്രിയേഷനും ഒക്കെ ആയിട്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് ബാച്ച് ഒക്കെ വരുന്നത്. അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ ആഡ് ചെയ്തിട്ട്, കാരണം നമ്മൾ ഹീലിംഗ് മാത്രം പോരാ, ഹീലിംഗിനോടൊപ്പം തന്നെ നമ്മൾ കുറച്ചുകൂടെ സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ ചെയ്യാൻ വേണ്ടി അപ്ഡേറ്റ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് ബാച്ച് ഒക്കെ വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുക. പിന്നെ അങ്ങനെ ഒരു തോട്ട് വരുന്ന സമയത്ത്, തോട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മെത്തേഡാണ് പ്രസന്റ് മൊമെന്റ് ആങ്കറിംഗ് എന്ന് പറയും. പ്രസന്റ് മൊമെന്റ് ആങ്കറിംഗ്. ഇപ്പൊ പ്രസന്റ് മൊമെന്റ് ആയിരിക്കും നമ്മൾ അങ്ങനെ ചിലപ്പോൾ ഡിസ്റ്റർബ് ആക്കിയതെങ്കിലും ഏതെങ്കിലും ഒരു ആ ആങ്കറിങ്ങിന് വേണ്ടി ഒന്ന് നമ്മൾ ആ ഒരു മൊമെന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എവിടെയെങ്കിലും ഒരു സ്പർശനം, നമ്മുടെ ടച്ച് നമ്മൾ ഫീൽ ചെയ്യുക, നമ്മൾ എവിടെയാണ് ചവിട്ടി നിൽക്കുന്നത്, അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിൽ എന്തൊക്കെ ഉള്ളതാണ്, പ്രസന്റ് മൊമെന്റ് അവയർനെസ് കൊണ്ടുവരാന്ന് പറയും. നമ്മളിപ്പോ എവിടെയാണ് ഇരിക്കുന്നത്, ഈ കിച്ചൺ ആണ്, ഈ ബെഡ്റൂം ആണ്, ഇവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ച് അതിലേക്കൊന്ന് ചിന്ത കൊണ്ടുവരാം. അവിടെ നമുക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡും കൂടെ കൊണ്ടുകൊടുക്കാം കേട്ടോ. നമ്മുടെ എനർജി വൈബ്രേഷൻ പെട്ടെന്ന് ഒന്ന് ഹൈ ആക്കാനുള്ള ഒരു കാര്യം കൂടിയാണ് പ്രസന്റ് മൊമെന്റ് ആങ്കറിങ്ങിനോടൊപ്പം തന്നെ. ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഉണ്ട് അല്ലേ, ഓ താങ്ക് ഗോഡ്, അൽഹംദുലില്ലാ, ആ ഒരു ഫീലിങ്ങോട് കൂടി എനിക്ക് ഇത്രയും സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, അല്ലെ, ഈ ഒരു പ്രശ്നം എന്നെ അലട്ടുന്നുണ്ട്, ആ ചിന്തകൾ ഉണ്ടെങ്കിൽ കൂടി ആ പ്രസന്റ് മൊമെന്റ് ആങ്കറിങ്ങില് ഈ കാല് നിലത്ത് ഉറപ്പിച്ച് ചവിട്ടി നിൽക്കാൻ എനിക്ക് പറ്റുന്നുണ്ടല്ലോ, അതിന് ആ രീതിയിലേക്കൊന്ന് ഗ്രേറ്റ്ഫുൾ, അത് മാത്രമേ നിങ്ങളുടെ നമ്മുടെ എനർജി വൈബ്രേഷൻ ഒന്ന് ഉയർത്താൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മെത്തേഡും കൂടിയാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അല്ലെ, മറ്റത് നമുക്ക് ഇല്ലായ്മയാണ്. ഇല്ലായ്മ നമുക്ക് എംപ്റ്റിനെസ്, ലോ എനർജി ഫീൽ ചെയ്യുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് നിറവ് നൽകുന്നതോടൊപ്പം തന്നെ യെസ് ഹാവ് ഉണ്ട് എന്നുള്ള ഫീലിംഗ് തരും. പക്ഷെ നമുക്കൊന്നും അറിയാഞ്ഞിട്ടല്ല, ഇതൊക്കെ നമുക്ക് അറിയാം, നമ്മളൊക്കെ പഠിച്ചതാണ്. പക്ഷെ ചെയ്യാൻ പറ്റാത്തത് എന്നുള്ള റീസണാണ് ഞാൻ പറഞ്ഞത്. പലപ്പോഴും നമ്മുടെ പാറ്റേണിനെ ബ്രേക്ക് ചെയ്യാനോ അതിന്റെ റൂട്ട് കോസിനെ റിമൂവ് ചെയ്യാനോ നമുക്ക് പറ്റാത്തതാണ്. നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ അറിയാതെ നമുക്ക് സബ് കോൺഷ്യസ്ലി നമ്മൾ ലേൺ ചെയ്ത് പോയിട്ടുള്ള കുറെ ബിലീഫ് സിസ്റ്റങ്ങൾ ഉള്ളിലുള്ള. ഞാൻ നേരത്തെ പറഞ്ഞ തോട്ട് വരുന്നത് പോലും എന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ ഇങ്ങനെയാണ് വിശ്വസിച്ചത്. ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടില്ലേ, ഞാൻ ഇങ്ങനെയാ പഠിച്ചത്, എന്നെ ഇങ്ങനെയാ കുട്ടിക്കാലത്ത് പഠിപ്പിച്ചത്, ഞാനിത് കണ്ടാ വളർന്നത്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? പലരും പറയുന്നത് കേട്ടിട്ടുണ്ടോ? യെസ് ഓർ നോ? പറയലുണ്ട് കുട്ടികളൊക്കെ പറഞ്ഞിട്ടുള്ളവരൊക്കെ. ഞാൻ ഇങ്ങനെയാ വളർന്നത്. വലുതായിട്ടും പറയാൻ നമ്മുടെ പാരന്റ്സ് പറയാറുണ്ട്. നമ്മള് പാരന്റ്സ് നമ്മുടെ മക്കളോട് പറയാറുണ്ട്, ഞാൻ ഇങ്ങനെയാ വളർന്നത്, അതുകൊണ്ട് ആ വളർന്നതിനനുസരിച്ചും എനിക്ക് കിട്ടിയതിനനുസരിച്ചും ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ചാണ് എൻ്റെ നിന്ന് ചിന്തകൾ പോലും, ഈ ഓവർ തിങ്കിങ് അടക്കം. അവിടെയാണ് ആ പാറ്റേൺ എനിക്ക് കിട്ടിയതിനെ, കിട്ടിയപ്പോ എൻ്റെ ഉള്ളിൽ, എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോർ ആയതിനെ റീപ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിനെ ഹീൽ ചെയ്യാൻ. അന്ന് എനിക്ക് കിട്ടിയ മുറിവുകൾ ഉണ്ടാവും, വിഷമങ്ങൾ ഉണ്ടാവും, പ്രയാസങ്ങൾ ഉണ്ടാവും. അന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടാവും ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയാണ്. പണത്തിനെ കുറിച്ച് കഴിഞ്ഞ സെഷനിൽ ഒരാൾ പണത്തിന്റെ കാര്യം ചോദിച്ചപ്പോൾ ഞാൻ ക്ലിയർ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പണത്തിനെ കുറിച്ചുള്ള നമ്മുടെ ചിന്താരീതികൾ, റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ളത്. അപ്പൊ ഇപ്പോഴും നമ്മുടെ മൈൻഡിൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് പലരും പറയാൻ, എനിക്ക് അങ്ങനെയാണ് കിട്ടിയത്, ഞാൻ അങ്ങനെയാ കണ്ടു വളർന്നത്, കാരണം എന്റെ ഉള്ളിൽ അതാണ് ഉള്ളത്. അപ്പൊ അതിനെ എടുത്ത് കളയാന്നുള്ളതാണ് മെയിൻ ആയിട്ട് നമ്മുടെ ആ ഒരു ഇന്നർ ചൈൽഡ് ഹീലിംഗിലൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ, അപ്പൊ ഞാൻ പറഞ്ഞ പ്രസന്റ് മൊമെന്റ് ആങ്കറിംഗിൽ നിങ്ങൾ ചില ശബ്ദങ്ങൾ കേൾക്കാം, ചില സ്മെല്ലുകളൊക്കെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് അറിയുക, നമ്മൾ ടേസ്റ്റ് ശ്രദ്ധിക്കുക. ഇതിലൊക്കെ നമുക്ക് ചിലപ്പോൾ ആ ഒരു തോട്ടിന്ന് കയറി പോകുന്നതിൽ നിന്ന് നമുക്കൊന്ന് പ്രസന്റ് മൊമെന്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പ്രസന്റ് മൊമെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക എന്നുള്ളതാണ്. സേ യുവർസെൽഫ്, നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുക എപ്പോഴും, സേഫ് അല്ല എന്നുള്ള, സേഫ്റ്റിയാണ് ഏറ്റവും മെയിൻ ആയിട്ട്. സേഫ് അല്ല, അത് ഫിനാൻഷ്യലി ആണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും സ്നേഹത്തിന്റെ കാര്യമെങ്കിലും സേഫ് അല്ല, കിട്ടുന്നില്ല എന്നുള്ള തോന്നലാണ് പലപ്പോഴും നമ്മൾ അതിലേക്ക് കൊണ്ടുപോകുന്നത്. അതിന് അല്ല, ആ ഒരു സേഫ്റ്റി ഫീലിംഗും കൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ഇന്നർ ചൈൽഡ് ഹീലിംഗ് നിങ്ങൾ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അത് മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ പറയുകയും ചെയ്യാം, ഐ എം സേഫ്, അല്ലെ, ഞാൻ സേഫ് ആണ്, ഞാൻ സുരക്ഷിതനാണ്, അല്ലെങ്കിൽ ഞാൻ സുരക്ഷിതയാണ്, അല്ലെ, സുരക്ഷിത. നമ്മൾ കാണാത്ത കരങ്ങൾ, അല്ലെ, ഈ ഭൂമിയെ പോലും താങ്ങി നിർത്തുന്ന, അല്ലെ,
നമ്മൾ വസിക്കുന്ന ഈ ഭൂമിയെ പോലും താങ്ങി നിർത്തുന്ന കരങ്ങൾ ഉണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ സേഫ് ആണല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഞാനിപ്പോ ഞാൻ പറയും ഞാനിവിടെ കാലിക്കറ്റ് ആണ് അല്ലേ, ഷെറിജ മാം എവിടെയാണ്? സെലീന മാം മലപ്പുറത്ത് ദുബായിലാണ് അല്ലേ? അരീക്കോട്. അരീക്കോടാണ്. നമ്മളിങ്ങനെ ഇന്ന സ്ഥലത്താന്ന് സമയമോ കാലമോ ബാധകമല്ലാത്ത ഒരു യൂണിവേഴ്സിലാണ് ശരിക്കും നമ്മളുള്ളത്. ഭൂമിയുടെ റൊട്ടേഷൻ ഒരു സ്ഥലത്താണെങ്കിൽ, ഒരു സമയത്ത് ഒരു സ്ഥലത്താണെങ്കിൽ, പിന്നീട് അത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എൻറ്റേർലി അതിന്റെ പൊസിഷൻ മാറുന്നുണ്ട്, വീണ്ടും അത് മാറുന്നുണ്ട്. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോഴും ഞാൻ കാലിക്കറ്റ് ആണ്. ഇതിനെ റിലേറ്റിവിറ്റി, തിയറി ഓഫ് റിലേറ്റിവിറ്റി ഒന്നിനെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മളെല്ലാം പറയുന്നത് അല്ലേ? അപ്പോ ഓരോന്നിനെ അടിസ്ഥാനമാക്കി നമ്മൾ പറയുന്നു എന്നല്ലാതെ എന്താ പറയാ, നമ്മള് ആത്യന്തികമായിട്ട് അല്ലെങ്കിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ വളരെ സേഫാണ്. കാരണം ഭൂമിയെ പോലും താങ്ങി നിർത്തുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഈ ബോൾ പോലെയുള്ള ഭൂമി ഇങ്ങനെ കറങ്ങുമ്പോഴും ഇതിങ്ങനെ കീഴ്മേൽ മറിയുമ്പോഴും നമ്മൾ കീഴ്മേൽ മറിയുന്നുണ്ടോ? ഇല്ല. നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്നൊക്കെ പേരിട്ട് വിളിക്കുന്ന എന്തോ ഒരു ഫോഴ്സ് അവിടെ ഉണ്ടെങ്കിൽ, നമ്മൾ അവിടെ സേഫ് ആണെങ്കിൽ അല്ലെ, ആ ഒരു സേഫ്റ്റി ഫീലിംഗ് ഇല്ലെങ്കിൽ നമുക്ക് ഇതിനൊക്കെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ആ ശക്തിയിൽ പോലും നമുക്ക് വിശ്വാസം ഇല്ല എന്നുള്ളതാണ്. ഇങ്ങനെ കറങ്ങുന്ന ഭൂമിയുടെ താഴ്ഭാഗത്ത് നമ്മൾ അല്ലെ, നമുക്ക് കൃത്യസമയത്തെല്ലാം കിട്ടുന്ന എല്ലാം കൃത്യമായിട്ട് എന്താ പറയാ സജ്ജീകരിച്ചിട്ടുള്ള ഇവിടെ നമ്മൾ സേഫ് ആണ് എങ്കിൽ, ആ സേഫ് അല്ല എന്നുള്ള ഫീലിംഗ് നമ്മൾ കൊടുക്കുമ്പോഴാണ് ആ സേഫ് അല്ലാത്ത കാര്യങ്ങൾ നമ്മളിലേക്ക് വരുന്നത്. അതിന്റെ റൂട്ട് എന്ന് പറയുന്നത്, നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല, നമുക്ക് നമ്മുടെ പാറ്റേൺ അങ്ങനെയാണ്. പലപ്പോഴും നമുക്ക് കിട്ടിയത്, നമ്മൾ കേട്ടു വളർന്നത്, നമ്മൾ അനുഭവിച്ചത് കണ്ടതിന്റെ അല്ലേ, ഒരു എന്താ പറയാ, ചൂട് ഉള്ള ഒരു പാത്രത്തില് തൊടുന്നതിന് മുമ്പ് വരെ കുട്ടിക്ക് അറിയില്ല ചൂടാണ് എന്നുള്ളത്. തൊട്ട് കഴിഞ്ഞാൽ പിന്നെ കുട്ടിക്ക് അറിയാം എന്ത്, തൊട്ട് കഴിഞ്ഞാൽ ചൂട് എന്ന് പറയുന്ന ഇതാണ്, തൊട്ട് കഴിഞ്ഞാൽ പൊള്ളും. ഇതേപോലെ പലതും ചൂടാണ്, തൊട്ട് കഴിഞ്ഞാൽ പൊള്ളുമെന്ന റിയലൈസേഷൻ നമ്മുടെ ലൈഫിൽ നമുക്ക് ഉണ്ടായി പോയത് കൊണ്ടാണ്, അങ്ങനത്തെ എക്സ്പീരിയൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ടായി പോയത് കൊണ്ടാണ് നമ്മൾ പലയിടത്തും എന്നാ പിന്നെ പൊള്ളണ്ട, അങ്ങോട്ട് പോണ്ട, അത് ഏറ്റെടുക്കണ്ട എന്ന ആ ഒരു ബിലീഫ് സിസ്റ്റം നമ്മുടെ ഉള്ളിലുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു തവണ പൊള്ളിയാൽ പിന്നീട് അടുത്തെത്തുമ്പോ ചിന്ത വരും. അപ്പൊ ചിന്ത വന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാ? പ്രീവിയസ് എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലാ ചിന്ത വരുന്നത്. ശരിയല്ലേ? അതേപോലെയുള്ള അടിയിൽ തീ കാണുന്ന ഒരു പാത്രം അല്ലെങ്കിൽ അതിന്റെ അടുത്തേക്ക് പിന്നീട് എത്തുമ്പോൾ കുട്ടിക്ക് പ്രീവിയസ് എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ ചിന്തകൾ വരികയാണ് തൊട്ട് കഴിഞ്ഞപ്പോഴും. ഇത് തന്നെയാണ്, ദിസ് ഇസ് ഹാപ്പനിങ് ഇൻ അവർ ലൈഫ് ഓൾസോ. നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസ്, നമ്മുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ്, നമ്മുടെ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ, അന്ന് രൂപപ്പെട്ടുള്ള പാറ്റേൺസ്, അതിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന ചിന്തകളെ ഒരാൾ വന്നിട്ട് നിങ്ങൾ ചിന്തയെ പോസിറ്റീവ് ആക്കൂ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നടക്കണം എന്നില്ല. നടക്കണമെന്നുണ്ടോ? നമുക്കറിയാഞ്ഞിട്ടാണ്. ചിന്തയെ പോസിറ്റീവ് ആക്കണം നമുക്കറിയാം. പക്ഷെ ഇത് നടക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം എന്താണ്? ആ പ്രീവിയസ് എക്സ്പീരിയൻസ് ഉള്ള ആ വൂണ്ട് ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. അതാണ് എന്റെ ചൈൽഡ് ഹീലിംഗ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്യാം. ഞാൻ അതിന്റെ എന്താ പറയാ കോണ്ടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് തരാം. പിന്നെ ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങൾ, അപ്പം മറക്കണ്ട, നമ്മൾ കുറച്ച് സ്റ്റെപ്സ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ തോട്ട് ഡംപിംഗ് ഒക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ എന്താ പറയാ, തോട്ട് ഡംപിങ്ങും പിന്നെന്തൊക്കെയായിരുന്നു ഞാൻ പറഞ്ഞേ? ഗ്രാറ്റിറ്റ്യൂഡ്, പ്രസന്റ് മൊമെന്റ് അവയർനെസ് കൊണ്ടുവരിക, അതാണ് ഗ്രാറ്റിറ്റ്യൂഡ്. പിന്നെ ഇന്നർ ചൈൽഡ് ഹീലിംഗ്, ഇന്നർ ചൈൽഡ് ഹീലിംഗ്. പിന്നെ 2 സർക്കിൾ വെച്ചിട്ട് വാട്ട് യു ക്യാൻ കൺട്രോൾ, ഒരു ആക്ഷൻ പ്ലാൻ എടുക്കും. സർക്കിൾ ഓഫ് കൺട്രോൾ അല്ലേ? സെലീന ഇപ്പത്തെ ഫീലിംഗ് എന്തോന്ന് പറയാവോ? അതായത് നമ്മളെ ലൈഫില് നമ്മള് പണ്ടത്തെ കാലത്ത് നടന്ന കുറെ കാര്യങ്ങൾ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾക്ക് കുറെ കെട്ടുകളുണ്ട്. ആ കെട്ട് നടക്കുകയാണ് നമ്മള്. അപ്പം അത് നമ്മള് നമ്മളെ തന്നെ മനസ്സിലാക്കി ആ മുറിവുകള് ഒന്ന് സ്ഥിരീകരിക്കുകയെന്ന് ഇന്നർ ചൈൽഡ് ഹീലിംഗ്. ലൈക്ക് കറന്റ് ബാച്ചിലുള്ള ആളാണിത് ചെയ്ത് കഴിഞ്ഞപ്പോൾ മാമിന്റെ എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? ഇപ്പോഴുള്ള ഫീലിങ്സ്, ഇമോഷൻസ് ഒക്കെ.
ശരിക്കും പറഞ്ഞാല് ആഫ്റ്റർ യു ഗോ ത്രൂ ദ ഇന്നർ ചൈൽഡ് ഹീലിംഗ് സെഷൻസ്, ദ ഡിഫറൻസ് വാട്ട് വി ഫീൽ ഇസ് നമ്മളുടെ അപ്രോച്ച് ടുവേർഡ്സ് ലൈഫ് ഇസ് വെരി ഡിഫറെന്റ്. നമ്മൾ നമ്മളെ തന്നെ കുറെ രീതിയിൽ പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതും അല്ലാണ്ട് നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നുണ്ട്. നമ്മളൊരു പ്രയോറിറ്റിയാണ് നമ്മളെ ലൈഫിൽ. അതല്ലാണ്ട് മുമ്പ് എങ്ങനെ വെച്ചാല് ബാക്കി എല്ലാ കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മളെ പറ്റി ആലോചിക്കുന്നത്. അപ്പം കുറച്ചെല്ലാം ഇവര് പറയുമ്പം ഞാൻ ആലോചിച്ചെന്ന് വെച്ചാല് ലൈക്ക് യു ആർ കൺസേൺഡ് അബൌട്ട് യുവർ ഡോട്ടേഴ്സ് എഡ്യൂക്കേഷൻ, അതെല്ലാം സി ദേ വിൽ ഫിഗർ ഇറ്റ് ഔട്ട്. നമ്മൾ കുറച്ച് അവർക്കൊരു സ്പേസ് കൊടുക്കണം. ലൈക്ക് ആ ഒരു ഫീലിംഗിലേക്ക് നമ്മൾ എത്തും ഒരു ഹീലിംഗ് നടക്കുമ്പോൾ. ലൈക്ക് കുറച്ചെല്ലാം നമ്മളെ പോലും മറന്നിട്ടാണ് ബാക്കിയുള്ള ആൾക്കാരെ പറ്റി ചിന്തിക്കുന്നത്. അപ്പം കുറെയെല്ലാം നമ്മളെ കൺസിഡർ ചെയ്യാനും നമ്മളിങ്ങനെ നമ്മളെ മക്കളെ പറ്റിയിട്ടും ഉമ്മമാരെ പറ്റിയിട്ടും എല്ലാവരെ പറ്റി ആലോചിക്കുമ്പോൾ നമ്മളെ ലൈഫിൽ എന്താണ് വേണ്ടതെന്ന് ഒരിക്കലും ചിന്തിക്കുന്നില്ല. നമ്മളെ ആവശ്യങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ മറക്കാന്ന്. സോ there we prioritize ourselves and we have a different perspective towards life. താങ്ക് യു സെലിന മാം. അപ്പൊ അതാണ് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇപ്പൊ ഷെറിജ മാം പറഞ്ഞ ഒരു ആങ്സൈറ്റി ഉണ്ടല്ലോ മക്കളുടെ കാര്യത്തിൽ. ഇപ്പൊ സെലിന മാം പറഞ്ഞു ദേ വിൽ ഫിഗർ ഇറ്റ് ഔട്ട്. അത് അവര് ഫിഗർ ഔട്ട് ചെയ്യുന്നുള്ള ഒരു കോൺഫിഡൻസിലേക്ക് നമ്മൾ എത്താണ്. അത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഹാപ്പൻസ്. അത് അവിടെ സംഭവിക്കുകയാണ്. എങ്ങനെ നമ്മൾ പോലും അറിയാതെ ഈ നെഗറ്റീവ് ചിന്തകൾ വരുന്നുണ്ടോ അതേപോലെ തന്നെ നമ്മൾ പോലും അറിയാതെ പോസിറ്റീവ് ചിന്ത, അല്ലെങ്കിൽ കോൺഷ്യസ്ലി ഒരു പക്ഷേ നെഗറ്റീവ് ചിന്തിക്കുന്ന ഒരാളോട് നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കൂ എന്ന് പറഞ്ഞാൽ നടന്നോളണമെന്നില്ല. പക്ഷെ അവിടെ ചില സ്വിച്ചസ്, ആ സ്വിച്ചസിന്റെ ചില അഡ്ജസ്റ്റ്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടത്തുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അതിന് പകരം എന്ത് വരികയാണ്? ദാറ്റ് കോൺഫിഡൻസ്. അപ്പോൾ നമ്മളിൽ നിന്ന് അവരിലേക്ക് പോകുന്ന എനർജി, അല്ലെ, ആ ഒരു പ്രാർത്ഥനയായിട്ട് മക്കളുടെ കേസിൽ മാത്രമല്ല, റിലേഷൻഷിപ്പിലായാലും നമ്മുടെ കാര്യങ്ങളിലായാലും ഒക്കെ ഇറ്റ് ഹാപ്പൻസ്. അത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായിട്ട് കോഴ്സ് റിലേറ്റഡ് ആയിട്ട് എൻക്വയറീസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ ചാറ്റ് ബോക്സിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫ്രീ സെഷൻസ് ഒക്കെ വരുന്ന ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ഗ്രൂപ്പിന്റെ ലിങ്കും ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ സെഷൻ റിലേറ്റഡ് ആയിട്ട് കോഴ്സിനെ കുറിച്ചോ ഇനി വേറെ എന്തെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്ന് പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ആ എക്സസൈസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ, ഞാൻ പറഞ്ഞിട്ടുള്ള. അപ്പൊ വീണ്ടും ഒരു കാര്യം കൂടി ഞാൻ പറയാണ്. ഞാൻ ഒരുപാട് എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും അതിന്റെ അങ്ങനെ ഒന്ന് ചോദിക്കും, ഞാൻ എന്തിന്റെ പുറകെയാണ് ഈ ഓടിക്കൊണ്ടിരിക്കുന്നത്, ഞാൻ എന്താണ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണ് അല്ലെ എന്റെ ഉള്ളിൽ എനിക്ക്. ഇപ്പൊ പലരും എല്ലാം ഉണ്ടായിട്ടും, ഇപ്പൊ സെലിന പറഞ്ഞ പോലെ എല്ലാം ഉണ്ടായിട്ടും ഞാൻ എവിടെയോ എനിക്ക് എന്നെ മിസ്സായ ഒരു ഫീലിംഗ് ആണ്, അല്ലെങ്കിൽ എനിക്ക് എന്നെ ലോസ് ആയ ഒരു ഫീലിംഗ് ആണ്, എനിക്ക് എന്തോ എന്റെ ലൈഫിന് എത്ര ഏജ് ആയിട്ടും സംതിങ് ഐ മിസ്സിംഗ് എന്നുള്ള ഫീലിംഗ്. അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, അങ്ങനെ ഉണ്ടോ എന്നുള്ളത്. അപ്പൊ ഒരാള്, ഒരു ക്ലോസിംഗ് സ്റ്റോറി ആയിട്ട് ഞാൻ പറയാണ്, ഒരു വ്യക്തി ഇങ്ങനെ ഒരു കസേരയിൽ ഇരുന്നിട്ട്, നമ്മുടെ വീട്ടില് പണ്ടില്ലേ വയസ്സന്മാരൊക്കെ പണ്ടത്തെ ചാരി കസേര ഇല്ലേ, ആ ചാരി കസേരയല്ല, അല്ലാതെ ഇങ്ങനെ ആടുന്ന കസേരയില്ലേ. അപ്പൊ ആ ഒരു കസേരയിൽ ഇരുന്നിട്ട് ആ ഒരു എംപ്റ്റിനെസ് ഫീൽ ചെയ്യുന്നുണ്ടോ നിങ്ങൾ നോക്കാം. അപ്പോൾ കസേരയിൽ ഇരുന്ന് ഫീൽ ചെയ്യാനല്ല കേട്ടോ ഞാൻ പറഞ്ഞൊരു എക്സാമ്പിൾ, ഒരു സ്റ്റോറി പറയാണ്. ആ ഒരു കസേരയിൽ ഇരുന്ന് ഒരു മനുഷ്യൻ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക, മുന്നോട്ടും പുറകോട്ടും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മണിക്കൂർ ഇങ്ങനെ ആടി, അല്ലെ. പക്ഷെ അയാൾ എവിടെയെങ്കിലും എത്തിയോ? മൂവ്മെന്റ് നടക്കുന്നുണ്ട്, മൂവ്മെന്റ് ഈസ് ഹാപ്പനിങ്, വർക്കിംഗ് ഈസ് ദർ, മൂവ് ചെയ്യുന്നുണ്ട്, എനർജി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അയാൾ എവിടെ എത്തുന്നില്ല, അല്ലേ. ദിസ് ഈസ് ഹാപ്പനിങ്. നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, നമ്മൾ എനർജി സ്പെൻഡ് ചെയ്യുന്നുണ്ട്, മണി സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ ഉള്ളിടത്ത് തന്നെ, അല്ലെങ്കിൽ അല്ല, ഒന്ന് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ഇതേപോലെ തന്നെയാണ് ഓവർ തിങ്കിങ്ങും. മെന്റൽ മൂവ്മെന്റ് നടക്കുന്നുണ്ട് അവിടെ, പക്ഷേ അത് ഫോർവേഡ് മൂവ്മെന്റ് അവിടെ ഉണ്ടാവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല. ഓക്കെ. അപ്പൊ നമ്മുടെ എല്ലാ ചിന്തകളും നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് അങ്ങനെ നടക്കൂല എന്ന് നമ്മൾ വിചാരിക്കും. നമ്മുടെ ചിന്തകളെല്ലാം സത്യമല്ല ഒരിക്കലും. ചിന്തിച്ച് നിങ്ങൾ സത്യമാക്കിയെടുക്കുകയാണ്. ഒരു ചിന്തയും സത്യമല്ല, ഓരോ ചിന്തയ്ക്കും, അല്ലേ, അത് നമ്മൾ ഇങ്ങനെ ആയിരിക്കുമെന്ന് വിശ്വസിക്കേണ്ട ഒരു ആവശ്യമില്ല.
എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടണമെന്നുമില്ല. ചില ചോദ്യങ്ങളൊക്കെ നമ്മൾ വിട്ടുകൊടുക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വെറുതെ കിടന്ന് ആടിയത് കൊണ്ട്, വെറുതെ കിടന്ന് നമ്മൾ ആ മൂവ്മെന്റ് നടത്തിയത് കൊണ്ട്, എനർജി സ്പെൻഡ് ചെയ്തത് കൊണ്ട്, അല്ലെ, ഞാൻ നേരത്തെ പറഞ്ഞ ആ കാറിന്റെ ഫ്യൂവല് തീരുന്ന പോലെ, ആ മൊബൈൽ ഫോൺ ഹാങ് ആവുന്ന പോലെ നമ്മൾ ആ ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് പോവാതിരിക്കുകയാണ് ചെയ്യുക ഓവർ തിങ്കിങ് കൊണ്ട്. ഓക്കെ, അപ്പൊ ഓവർ തിങ്കിങ് വരുമ്പോൾ വൺ ഓഫ് ദ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുന്നവര് ഈ പറഞ്ഞ പോലെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് കോഴ്സിലൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എൻക്വയറി, എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ കോൺടാക്ട് നമ്പർ തന്നിട്ടുണ്ട്. ഫ്രീ സെഷൻസിന്റെ ഗ്രൂപ്പ് ലിങ്ക് ഉണ്ട്. അപ്പോൾ അത്രയുമാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ? ഷെറിജാമൻ ഫസ്റ്റ് ടൈം ആണല്ലേ സെഷനിൽ? ആ, എന്തെങ്കിലും കിട്ടിയോ? ഇല്ല. എന്തെങ്കിലും പറയാനുണ്ടോ ആർക്കെങ്കിലും? ഇൻഫർമേഷൻസ് എന്തെങ്കിലും, എങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ? അപ്പം ഇപ്പം ഇപ്പം മക്കൾക്ക് ഇപ്പം എന്തെങ്കിലും പിന്നെ പഠിക്കാത്ത അങ്ങനെ വല്ല ഉണ്ടെങ്കിൽ ഇപ്പം എന്റെ മോളെന്താ ഇങ്ങനെ പഠിക്കാത്ത അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. നേരെ പോസിറ്റീവായിട്ട് ചിന്തിക്കണം. അങ്ങനെയല്ലേ പറഞ്ഞ മാം? മക്കളുടെ കേസിൽ ഇപ്പൊ ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ പാരന്റിങ്ങും കൂടി ആയി പോകും. അല്ല, മക്കൾ മക്കളല്ലേ ആ എന്താണെങ്കിലും ഇപ്പൊ എന്താണെങ്കിലും ഹസ്ബൻഡിനാണെങ്കിലും മക്കളുടെ എന്താണ് തന്നെ റെഡി ആവില്ല പറയാം, അങ്ങനെ ചിന്തിക്കരുത്. മക്കളുടെ അങ്ങനെയല്ല. തന്നെ പറയാം, മക്കളുടെ തന്നെ പറയാം. ഞാൻ പറയട്ടെ, ഇവിടെ ഇരിക്കുന്ന ഞാൻ ഏതൊരു സെഷനിൽ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളെ കുട്ടികളുടെ, നിങ്ങളെ മക്കളെ പെരുമാറ്റം, പ്രത്യേകിച്ചും കുട്ടിക്കാലത്തൊക്കെ ചെറുതാകുന്ന സമയത്തൊക്കെ ഒരു ഏജ് വരെയൊക്കെ വലുതായിട്ടും ഉണ്ടാവും കേട്ടോ, നിങ്ങളൊന്ന് അവരുടെ പെരുമാറ്റങ്ങളോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു സ്വഭാവ രീതികളോ, ഇപ്പൊ പഠിക്കുന്ന കാര്യമാണെങ്കിലോ എന്തെങ്കിലുമൊക്കെ നിങ്ങളൊന്ന് നോക്കേണ്ടത്, എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നി അന്ന് നിരീക്ഷിക്കുക. എന്നിട്ട് നിങ്ങൾ നോക്കുക, ഇതിൽ ഏതെങ്കിലും കുട്ടിയുടെ ഏതെങ്കിലുമൊക്കെ പെരുമാറ്റങ്ങൾ നിങ്ങൾ എങ്ങനെയായിരുന്നോ കുട്ടിക്കാലത്ത്, നിങ്ങളുടെ ചൈൽഡ്ഹുഡിൽ നിങ്ങൾ എങ്ങനെയായിരുന്നോ, പലരും പറയാറുണ്ട് ഞാനിങ്ങനെയൊന്നും ആയിരുന്നില്ല എന്ന് പറയാറുണ്ട്, എങ്കിലും ആ കുട്ടിയുടെ പെരുമാറ്റമോ സ്വഭാവ രീതികളോ പഠിക്കുന്ന രീതികളോ ഒക്കെ പലതും നിങ്ങളുടെ അതേ സെയിം കോപ്പി ആയിട്ട്, പല പാരൻസിനും ഇത് പറയുമ്പോൾ കണക്ട് ആവുന്നുണ്ടാവും, സെയിം കോപ്പി ആയിട്ട് കാണാറുണ്ട്. അവിടെ ഇതൊക്കെ എനർജറ്റിക്, എവറിത്തിങ് ഈസ് കണക്റ്റഡ് എനർജറ്റിക്കലി. നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോ വ്യക്തികളും, ഈവൻ നമ്മുടെ മക്കളാണെങ്കിലും, ഈ ഞാൻ പോലും, എൻ്റെ മുമ്പിൽ നിങ്ങൾ ഇത്രയും ആൾ വന്നിട്ടുണ്ടെങ്കിൽ, ഇത്രയും ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇത്രയും ഫീഡ്ബാക്ക് നിങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ, ഇറ്റ്സ് എ മെസ്സേജ് ഫോർ മീ. അതേപോലെ നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോ വ്യക്തികളും നമുക്കൊരു മെസ്സേജ് ആണ്. അപ്പൊ നിങ്ങളുടെ മക്കളുടെ പെരുമാറ്റം എന്ന് പറയുന്നത്, അതിലെന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ഇറ്റ്സ് എ മെസ്സേജ് ഫോർ യു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അവര് പഠിക്കുന്നില്ല എന്നൊരു കാര്യമാണെങ്കിൽ, അല്ലെങ്കിൽ അവർ ആ പഠിക്കുന്നില്ല എന്നുള്ളത് പോലും നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് ആണ്. കാരണം അവര് നിങ്ങളുടെ ഉള്ളിലുള്ള ചിന്തകളുടെ റിഫ്ലക്ഷൻ ആയിരിക്കും അവരുടെ പെരുമാറ്റത്തിൽ. പ്രത്യേകിച്ചും പാരന്റ് കുട്ടികൾ കണക്ഷൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ഉള്ളിലുള്ള ചിന്തകളുടെ റിഫ്ലക്ഷൻ ആണ് പലപ്പോഴും, പ്രത്യേകിച്ചും മദേഴ്സിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളുടെ റിഫ്ലക്ഷൻ ആയിട്ടാണ് കുട്ടികളുടെ ബിഹേവിയർ വരിക. അല്ലേ, ഞാനൊരു സ്പിരിച്വൽ പാരന്റിങ്ങും കൂടെ കഴിഞ്ഞ ഒരാളാണ് കേട്ടോ, അതുകൊണ്ടാണ് അത് പറയുന്നത്. കാരണം അവിടെ അത് വരുന്ന സമയത്ത് അവര് റിമൈൻഡ് ചെയ്യാണ്. ഈ കുട്ടികൾ പഠിക്കാതിരിക്കുമ്പോൾ കുട്ടികളെക്കാൾ കൂടുതൽ ഡിസ്റ്റർബ് ആകുന്ന ആരാ? മോര്. നമ്മൾ അമ്മമാര് ഡിസ്റ്റർബ് ആകുന്നുണ്ടെങ്കിൽ ദർ ഈസ് സംതിങ് നമ്മുടെ ഉള്ളിൽ ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്യുന്ന എന്തൊക്കെയോ നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട് എന്നുള്ളതിന്റെ ഒരു ഇൻഡിക്കേഷൻ ആണ് ഒന്ന്, അല്ലേ? അപ്പൊ നമ്മുടെ ഒരു പാറ്റേൺ എന്താണ്? നമ്മൾ നിരന്തരം ഡിസ്റ്റർബ് ആയിക്കൊണ്ടിരിക്കുക, ഡിസ്സാറ്റിസ്ഫൈഡ് ആയിക്കൊണ്ടിരിക്കുക, ഡിസപ്പോയിന്റഡ് ആയിക്കൊണ്ടിരിക്കുക എന്നുള്ള ഒരു പാറ്റേൺ ആണ് നമുക്ക് ഉള്ളത് എങ്കിൽ, അത്തരം സാഹചര്യങ്ങൾ, അത്തരം തോട്ട് കൊണ്ട് നമ്മളിങ്ങനെ അട്രാക്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ മക്കൾ പോലും നമുക്ക് ഡിസ്സാറ്റിസ്ഫാക്ഷൻ, ഡിസപ്പോയിന്റ്മെന്റ് തന്നുകൊണ്ടിരിക്കും. അത് ചിലപ്പോൾ പഠിക്കാതിരുന്നിട്ടാകാം, ചിലപ്പോൾ വികൃതി കളിച്ചിട്ടാവാം, ചിലപ്പോൾ അനുസരണക്കേട് കാണിച്ചിട്ടാവാം, ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ട് ആ മക്കളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റഡ് ആവുന്നത് പാരന്റ്സ് ആണെങ്കിൽ, പാരന്റ്സിന്റെ തോട്ട്, പാരന്റ്സിന്റെ പാറ്റേൺ എന്താണോ അത് അവിടെ സ്ഥായിയായി നിലനിൽക്കുക എന്നുള്ളതാണ് അവിടെ ആവശ്യം. മനസ്സിലാവുന്നുണ്ടോ? വൺ ഓഫ് ദ ഫാക്ടർ, വേറെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഞാൻ അതിലേക്ക് ഒരു അല്ല ഇമ്മീഡിയറ്റ് മാം, ഫാക്ടർ ഇപ്പോ ആയിട്ട്
ഉം, വിദ്യാഭ്യാസം ഇല്ലാത്ത പാരന്റ്സിന്റെ മക്കള്, ചില മക്കളൊക്കെ ഉണ്ടല്ലോ നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടികൾ, എഞ്ചിനീയർ, ഡോക്ടർമാരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഉം, അതെങ്ങനെ വരുന്നത്? കാരണം പാരന്റ്സ് 5 വരെ അല്ലെങ്കിൽ 8 വരെ പഠിച്ച പാരന്റ്സോ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അതിലുള്ള മക്കള് ചില കുട്ടികൾ ഉണ്ടല്ലോ, ചില ഉം, പാരന്റ്സിന് ഉണ്ടല്ലോ എഞ്ചിനീയർ, ഉം, ഡോക്ടേഴ്സ് ഒക്കെ ആവുന്നത്. അപ്പൊ ഉം. അതൊക്കെ എങ്ങനെ നല്ല വരുന്നത്? ചോദ്യം, നല്ല ചോദ്യമാണ് ഷെറിജ മാം. വിദ്യാഭ്യാസം ഇല്ലാത്ത മക്കളുടെ പാരന്റ്സിന്, കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഇല്ലാത്ത പാരന്റ്സിന്റെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാവൂല എന്നല്ല ഞാൻ പറഞ്ഞത്. സ്റ്റേറ്റ് ഉം. ഓഫ് മൈൻഡ്, പാരന്റ്സിന്റെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എങ്ങനെയാണോ അതിന്റെ റിഫ്ലക്ഷൻ. ആ ആ പാരന്റ്സിന്റെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് നല്ലതായത് കൊണ്ടും അവിടെ കാംനെസ്, ഹാപ്പിനെസ്, ജോയ്ഫുൾ സ്റ്റേറ്റ് ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ, നമുക്കറിയില്ല അവരുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്താ നമുക്കറിയില്ല. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആ മക്കൾക്ക് അത് അങ്ങനെ ഒരു സിറ്റുവേഷൻ കിട്ടുന്നത്. ഇനി അതല്ലെങ്കിൽ ഞാൻ ആ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാരന്റിംഗ് എന്ന് പറയുന്നത് ഡയറക്ട്ലി ഒരിക്കലും പാരന്റ്സിൽ നിന്ന് മാത്രം കിട്ടുന്നതല്ല. ഇനി പാരന്റ്സ് മോശമായിട്ടും കുട്ടികൾ നന്നായിട്ട് വളരുന്നവരുണ്ട്. നന്നാവുന്നുണ്ട്, ആ, അങ്ങനെയുണ്ട്. അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പാരന്റ്സിന്, അവിടെ ആ കുട്ടികളിൽ പാരന്റിങ്, മാതാവ് മാത്രമല്ല പാരന്റായി വരുന്നത്. മാതാവ്, പിതാവ്, ഗുരു, ഇതൊക്കെ ഇവർക്കൊക്കെ പാരന്റൽ പൊസിഷനാ. അവർക്ക് ഒരു പക്ഷേ അവർ പാരന്റൽ ഫിഗർ ആയിട്ട് കാണുന്ന, ഒരു ഗാർഡിയൻ ആയിട്ട് കാണുന്ന, നല്ലൊരു ഗൈഡ് ആയിട്ട് കാണുന്ന, നല്ലൊരു എന്താ പറയാ ലീഡർ ആയിട്ട് കാണുന്ന മറ്റേതെങ്കിലും ഒരു വ്യക്തി അവരിൽ അത്രയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഉണ്ടെങ്കിൽ ആ കുട്ടി തീർച്ചയായിട്ടും നേരെ പോകും. മനസ്സിലാകുന്നുണ്ടോ? അല്ലാതെ എല്ലാം ഇങ്ങനെയാണെന്നല്ല. അവിടെ ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ഈ രീതിയിൽ എടുക്കരുത്. വിദ്യാഭ്യാസം ഇല്ലാത്ത പേരൻസിന്റെ മക്കൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാവില്ല എന്ന് ഒരിക്കലും അങ്ങനെയല്ല. പക്ഷെ നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എങ്ങനെയാണോ അവിടെ കുട്ടികൾ നന്നാവുന്നുണ്ടെങ്കിൽ ഈ പാരന്റ്സിന് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആകാൻ വേറെ എന്തെങ്കിലും കാരണം ഉണ്ടാകും. ചിലപ്പോൾ നന്നായി പഠിച്ച് നല്ല ഹൈ ലെവലിൽ എത്തിയിട്ട് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ പോരെ, പാരന്റ്സിന് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് മാറിയില്ലേ? സോറി, പാരന്റ്സിന് ഡിസ്റ്റർബൻസ് ഉണ്ടായില്ലേ? ഇല്ലേ? ഏതെങ്കിലും ഉം. തരത്തില്, ഏതെങ്കിലും തരത്തില് അവിടെ മെയിൻ ആയിട്ട് എന്താണ്, മക്കള് രക്ഷിതാക്കൾക്കുള്ള പരീക്ഷണമാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ആ രീതിയിൽ ആണ് പരീക്ഷണമാകുന്നത്. അല്ലാതെ ആ ഒരു സെൻസിൽ എടുക്കരുത്. എപ്പോഴും എന്താണോ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അതിനനുസരിച്ച് നമ്മുടെ മക്കളിലുള്ള പെരുമാറ്റങ്ങളും ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ. അതേസമയം നിങ്ങളിൽ കറക്ഷൻസ് വരുത്തുമ്പോൾ, പാരൻസിൽ കറക്ഷൻസ് വരുത്തുമ്പോൾ, ആ ഹീലിംഗ് നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി മക്കളിൽ ചേഞ്ചസ് വരുന്ന പാരൻസ് ഉണ്ട്. കാരണം ഇവിടെ എന്താ, ഇവിടെയാണ് നമ്മൾ നമ്മുടെ പാരന്റിങ് കോഴ്സിലാണെങ്കിൽ പോലും ഒരുപാട് നമുക്ക് നേരിട്ട് പോയിട്ട് മക്കളെ സ്വഭാവം ഇപ്പൊ എന്താണ് നമ്മുടെ മോഡേൺ സൈക്കോളജി പ്രകാരം സൈക്കോളജിക്കൽ ടൂൾസ് യൂസ് ചെയ്തിട്ട് ഇന്ന കുട്ടിയുടെ ഇന്ന പെരുമാറ്റത്തിന് ഇന്ന മരുന്ന്, ഇന്ന പെരുമാറ്റത്തിന് ഇന്ന ടൂള്, ദിസ് ഇസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ 100%. അതേസമയം ഓരോ സ്വിച്ച് പാരന്റിന്റെ ഉള്ളിൽ ഉള്ള ആ ഒരു വർക്കിങ്ങിൽ ശരിയാവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി മക്കളിൽ ആ മാറ്റം ഉണ്ടാവുന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുന്ന വിശ്വസിക്കുന്നു. അപ്പൊ കരിഷ്മ ചെയ്യേണ്ടത്, അപ്പൊ കരിഷ്മയാണ് അവിടെ ഡിസ്റ്റർബ് ആകുന്നുള്ളത് എങ്കിൽ ആ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഡിസ്റ്റർബ്, അപ്പൊ നിങ്ങൾ ഡിസ്റ്റർബ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ, നിങ്ങൾ ഇടങ്ങേറായിട്ടുള്ള, നിങ്ങളിൽ ഹീൽ ചെയ്യപ്പെടാത്ത കാര്യങ്ങൾ ആ നിങ്ങളുടെ ഇന്നർ ചൈൽഡിൽ ഉണ്ടെങ്കിൽ അത് ചെയ്യാന്നുള്ളതിന് പകരം, സോറി, അത് ചെയ്യുക അല്ലെങ്കിൽ അവിടെ ഹീലായി അല്ലെ, അത് നിങ്ങൾക്ക് ഒരു മെസ്സഞ്ചറും കൂടിയാണ്. മക്കൾ നമ്മുടെ മുന്നിൽ വരുന്ന ഓരോരുത്തരും നമുക്ക് ഓരോ മെസ്സഞ്ചർ ആണെന്നുള്ളതാണ്. എവ്രി വിസിറ്റർ ഈസ് എ മെസ്സഞ്ചർ ഫോർ യു. അപ്പൊ മക്കൾ പോലും നമുക്കൊരു മെസ്സേജ് ആണ് തരുന്നത്. യു ഹാവ് ടു ക്ലിയർ ഹിയർ, നമ്മളിവിടെ ക്ലിയർ ചെയ്യാനുണ്ട്, കറക്റ്റ് ചെയ്യാനുണ്ട് എന്നുള്ളത്. അപ്പൊ അവിടെയും നമുക്ക് എന്ത് ചെയ്യാം, നമ്മളിൽ കുടുങ്ങിക്കിടക്കുന്ന എന്റെ സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ കൂളാക്കാനുള്ള കാര്യങ്ങളിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അവിടെ ഞാൻ വർക്ക് ചെയ്യാന്നുള്ളതാണ്. അറ്റ് ദ സെയിം ടൈം നമുക്ക് മക്കളെ ഉപദേശിക്കുകയും ചെയ്യാം, അവർ നല്ല രീതിയിൽ ഗൈഡ് ചെയ്യുകയും ചെയ്യാം. ഈ കാര്യങ്ങളൊക്കെ അതും ചെയ്യാം, അതിന് ആൾട്ടർനേറ്റീവ്. പക്ഷെ ഞാൻ ഡിസ്റ്റർബ് ആയിക്കൊണ്ട് അത് ചെയ്യുന്നതിൽ കാര്യമില്ല. ഞാൻ എന്നെ കൂളാക്കിയതിന് ശേഷം സൊല്യൂഷൻസ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ എത്രത്തോളം കൂളാവുന്നു അത്രത്തോളം നമുക്ക് മക്കളുടെ കാര്യത്തിലായാലും സൊല്യൂഷൻസ്, ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മാർഗങ്ങൾ ഇതൊക്കെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഇനി എന്തെങ്കിലും, താങ്ക് യു ഡിയർ. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? നിങ്ങളൊന്ന് കറക്റ്റ് ആയാൽ മതി. നമ്മൾ ആരും സർക്കിൾ ഓഫ് കൺട്രോളിൽ മക്കളെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. നമ്മൾ മാറുമ്പോൾ ഓട്ടോമാറ്റിക്കലി മാറ്റം വരുന്ന സ്പേസ് ആണ് നമ്മുടെ മക്കളായാലും. നിങ്ങൾ വിചാരിക്കും എല്ലാം സഹിക്കുകയാണോ, എല്ലാം പൊറുക്കുകയാണോ എന്നൊക്കെ. അങ്ങനെയല്ല. അതിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പൊ നമ്മൾ മാക്സിമം മാറാൻ വേണ്ടി, റെഡി ആവാൻ വേണ്ടി, നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഓക്കെ,
ഇനിയൊന്നും ഇല്ലാന്ന് വിശ്വസിക്കുന്നു. ഒരു 1/4 മണിക്കൂർ കൂടെ അധികമായി പോയിട്ടുണ്ട്, 1.5 മണിക്കൂറായി പോയിട്ടുണ്ട്. അപ്പം നമുക്ക് നെക്സ്റ്റ് സാറ്റർഡേ സെഷൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ എനർജി ഫ്രീക്വൻസിയെ കുറിച്ചൊക്കെ സെഷൻ വരുന്നുണ്ട്. മാക്സിമം നിങ്ങൾ സെഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നിട്ടുള്ള ലിങ്കിൽ ഒന്ന് ജോയിൻ ചെയ്യാം കേട്ടോ. ഗ്രൂപ്പ് ലിങ്കിൽ ജോയിൻ ചെയ്യുക. ഗ്രൂപ്പിൽ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്തിരിക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും ചോദിക്കാം. നിങ്ങളുടെ പല കാരണങ്ങൾക്കുള്ള റൂട്ട് കോസുകളോ അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നതെന്നോ അതിനുള്ള സൊല്യൂഷൻസോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണക്ട് ചെയ്യാം, ചോദിക്കാം. എൻ്റെ പേഴ്സണൽ നമ്പർ ഉണ്ട്, അല്ലാത്ത നമ്പറുകളുണ്ട്, പിന്നെ നമ്മുടെ ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട്. അപ്പൊ നമ്മൾ അതിൻ്റെ ചെയ്താലോ? നല്ല ക്ലാസ് ആയിരുന്നു, അടിപൊളി ക്ലാസ്. എത്ര വേഗം കൊണ്ട് സമയം പോയത് അറിയില്ല. 1/2 മണിക്കൂർ ഇരുന്നതിന്റെ മേനും കൂടി ഇല്ല. താങ്ക് യു ഡിയർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ. അടിപൊളി ക്ലാസ്. താങ്ക് യു മാം. താങ്ക് യു ഷെറിജ മാം, താങ്ക് യു സോ മച്ച്. ഗുഡ് ആ നൈറ്റ്. റസിയ മാം, താങ്ക് യു. ആ ഗഫൂർക്ക ഗഫൂർക്ക ഉണ്ടായിരുന്നല്ലേ സെഷനിൽ വീഡിയോ മോഡില്? കുറച്ച് വീഡിയോ ഉണ്ടായി, ബാക്കി പുറത്തുണ്ടേ. സുഖമായിട്ടിരിക്കുന്നോ? അൽഹംദുലില്ലാ. ഓക്കെ, ഇൻഷാ അല്ലാ. അപ്പൊ നമ്മൾ വൈൻഡപ്പ് ചെയ്യട്ടെ. താങ്ക് യു ഓൾ, ഗുഡ് നൈറ്റ്. താങ്ക് യു. ഗുഡ് നൈറ്റ്.